സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അത് അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കും. എന്താണ് ഇതിനകത്തെ അർത്ഥം? സ്വന്തം പുത്രനെ ആദരിയാതെ അവൻ എന്താ നൽകിയത്? സ്വന്തം പുത്രൻ മരിച്ചത് കൊണ്ട് നമുക്ക് എന്താ കിട്ടിയത്? നീതീകരണം. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം. ഇവിടെ പറയുന്നതാണ്, നീതീകരണത്തിന് വേണ്ടി സ്വന്തം പുത്രനെ നൽകിയവൻ തേജസ്കരണം വരെ നമ്മളെ കൊണ്ടുപോകാതിരിക്കുമെന്ന് ഇവിടെ ചോദിക്കുന്നത്. നീതീകരിച്ച് വഴിയിലിട്ട് പോകുന്നവനല്ല, വീണ്ടെടുത്തിട്ട് ഇവിടെ വഴിയിലിട്ടേക്ക് അല്ല. എന്തിനു വേണ്ടിയാണ്? പുത്രത്വത്തിൻ്റെ തേജസ് പ്രാപിക്കുന്നത് വരെ അവൻ നമ്മളെ വിടാതെ കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ അർത്ഥം. ദയവ് ചെയ്ത ഈ കള്ളപ്രവാചകന്മാർ ടെലിവിഷനിൽ പറയുന്ന വാക്യങ്ങൾ കോട്ടിമാട്ടി കളയുന്ന ആളുകളുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ അതിൻ്റെ പുറകെ പോകരുത് പ്ലീസ്. വേദപുസ്തകത്തിൻ്റെ എന്തർത്ഥത്തിൽ അത് ഉപയോഗിക്കുന്നു ആ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നവരുടെ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടാൽ മതി. അല്ലെ വെറുതെ സമയം പാഴാക്കുകയാണ്, ലൈഫും പാഴാക്കുക, ജീവിതവും പാഴാക്കുക, ഉള്ള കാശും അയച്ചു കൊടുക്കും. യേശു ദൈവത്തെ അറിഞ്ഞത് പിതാവ് എന്ന നിലയിലാണ്. അതുകൊണ്ട് നമ്മളും ദൈവത്തെ അറിയേണ്ടത് പിതാവ് എന്ന നിലയിലായിരിക്കണം എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ആദാം ദൈവത്തിൻ്റെ മകൻ എന്ന നിലയിൽ, അഥവാ ആദം മകനും ദൈവം പിതാവുമായിട്ടുള്ള ആ ഒരു ഡീപ്പായിട്ടുള്ള റിലേഷൻ അവർക്കുണ്ടായിരുന്നു. എന്നാൽ പാപം മനുഷ്യനെ പുത്രത്വം നഷ്ടപ്പെട്ടവരാക്കി തീർത്തെങ്കിൽ തിരിച്ച് ആ പുത്രത്വത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാൻ കഴിയുന്നത് വീണ്ടെടുപ്പിലൂടെ മാത്രമാണ്. അതിനുവേണ്ടിയാണ് ദൈവം കാലസമ്പൂർണതയിൽ തൻ്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ഭൂമിയിലേക്ക് അയച്ചത്. നമ്മൾ പുത്രത്വം പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ്. അതിന് വേറെ ഒരു മാർഗവും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. സൃഷ്ടി എന്ന നിലയിൽ ദൈവം നമ്മളെ അറിയുന്നുണ്ട്, സൃഷ്ടി എന്ന നിലയിൽ ദൈവം എല്ലാവരെയും അറിയുന്നുണ്ട്. എന്നാൽ നമ്മളെ പുത്രൻ എന്ന നിലയിൽ അല്ലെങ്കിൽ മക്കൾ എന്ന നിലയിൽ, ആ പുത്രൻ എന്ന നിലയിൽ അവൻ അറിയുന്നത് വീണ്ടെടുപ്പിലൂടെയാണ്. സൃഷ്ടിയിലൂടെ ആദ്യം അറിഞ്ഞിരുന്നു. സൃഷ്ടി എന്ന നിലയിൽ ദൈവം നമ്മളെ അറിഞ്ഞു, നമ്മൾ ദൈവത്തെ സൃഷ്ടാവ് എന്ന നിലയിൽ അറിഞ്ഞു. പക്ഷേ അറിഞ്ഞിട്ട് പിന്നെ പിരിഞ്ഞിട്ട് വീണ്ടും അറിയുന്നത് വീണ്ടെടുപ്പിലൂടെ മാത്രമാണ്. ആ വീണ്ടെടുപ്പ് നടക്കുന്നില്ലെങ്കിൽ നമ്മളൊന്നുമല്ല. സൃഷ്ടിയാണെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ റിലേഷൻ വ്യക്തിപരമായി നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയാത്ത ഒരു സ്റ്റേജുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള ആ ആത്മബന്ധം, നമ്മുടെ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വപുത്രൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. അതായത് യേശു ദൈവത്തെ പിതാവെന്ന് എങ്ങനെ മനസ്സിലാക്കിയോ അതേ രീതിയിൽ തന്നെ നമ്മൾ ദൈവത്തെ പിതാവെന്ന് മനസ്സിലാക്കുന്ന, യേശുവും ദൈവവും തമ്മിലുണ്ടായിരുന്ന ബന്ധം എത്ര ദൃഢമാണോ അത്ര ദൃഢമായി തന്നെ നമുക്കും ദൈവവുമായിട്ട് ബന്ധമുണ്ടാകത്തക്ക നിലയിലാണ് വീണ്ടെടുപ്പിലൂടെ നമുക്ക് പുത്രത്വത്തെ നൽകിയത്. റിക്കൺസൈൽ ചെയ്തിരിക്കുകയാണ്. അത് കൈ അങ്ങനെ പിടിച്ചങ്ങ് യോജിപ്പിക്കുകയല്ല, പക്ഷേ ക്രൂശിലൂടെ നമ്മളെ കടത്തിവിട്ട് നീതീകരിക്കപ്പെട്ടവരതിന് ശേഷമാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൽ നാം ഇപ്പോൾ നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മുഖാന്തരം പ്രവേശനവും ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അതായത് നീതീകരിക്കപ്പെട്ടാലേ സമാധാനമുള്ളൂ. സമാധാനം എന്ന് ഉദ്ദേശിക്കുന്നത് പീസ് വിത്ത് ഗാഡ്, പീസ് ഓഫ് ഗാഡ് അല്ല, പീസ് വിത്ത് ഗാഡ്, ദൈവവുമായിട്ട്. നേരത്തെ സമാധാനത്തിലല്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ പീസ് വിത്ത് ഗാഡ്. അതാണ് ഡിഫറൻസ്. ആ ഡിഫറൻസ് ഉണ്ടാകുന്നത് നീതീകരണത്തിലൂടെ മാത്രമാണ്. നീതീകരണം നടക്കുന്നത് അവൻ്റെ രക്തത്താലാണ്. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നമ്മൾ അവൻ്റെ രക്തത്തിലൂടെ കുളിച്ച് കയറി വിശുദ്ധരായി, അങ്ങനെയാണ് ദൈവവുമായിട്ട് നമുക്കിപ്പോൾ ആക്സസ് കിട്ടിയിരിക്കുന്നത്. അവനുമായിട്ട് നമുക്ക് ആക്സസ് കിട്ടിയിരിക്കുന്നു. അവൻ മുഖാന്തരം നാം ഇപ്പോൾ നിൽക്കുന്ന കൃപയിലേക്ക് നമുക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. ഈ പ്രവേശനം ലഭിച്ചിരിക്കുന്നത് നീതീകരണത്തിലൂടെ മാത്രമാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മളവനെ അബ്ബാ ഫാദർ എന്ന് വിളിക്കുന്നു. അബ്ബ പിതാവെ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നുള്ളൂ. കാര്യം യേശുവിനെ വിളിക്കാമായിരുന്നെങ്കിൽ എനിക്കും വിളിക്കാം. കാര്യം യേശുവിൻ്റെ ആത്മാവിനെയാണ് എന്നിലേക്ക് അവൻ പകർന്നു തന്നിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ വിളിക്കാൻ പറ്റും അബ്ബ ഫാദർ. അങ്ങനെ വിളിക്കണം. ആ ഒരു റിലേഷൻ നമുക്കുണ്ടാകണം. ദൈവാത്മാവ് നടത്തുന്നവനെല്ലാം ദൈവത്തിൻ്റെ മക്കളാകുന്നെന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. അതുകൊണ്ടാണ് നമുക്ക് അബ്ബ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ആ പദവി ദൈവം നൽകിയിരിക്കുന്നത്.
നേരത്തെ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ ഇസ്രായേൽ മക്കൾ തന്നെ ദൈവത്തിൻ്റെ ജനം എന്ന നിലയിൽ അവരെ തന്നെ മനസ്സിലാക്കിയിരുന്നു. വി ആർ പീപ്പിൾ ഓഫ് ഗാഡ്. അവരെക്കുറിച്ച് പറഞ്ഞതാണ് പീപ്പിൾ ഓഫ് ഗാഡ്. എന്നാൽ ഇപ്പോൾ അതിനപ്പുറത്തായിട്ട് കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ 3:1 നമ്മൾ വായിക്കുന്നതാണ്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. എന്താണ് ആ സ്നേഹം? ആ സ്നേഹമാണ് പുത്രനെ നൽകിയത്. വാട്ട് ഈസ് ദ ലവ് ഓഫ് ഗാഡ്? യോഹന്നാൻ്റെ സുവിശേഷം 3:16 നമുക്ക് എല്ലാവർക്കും അറിയാം. ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ സോ ദാറ്റ് ഹി ഹൂസോഎവർ ബിലീവത്ത് ഇൻ ഹിം ഷാൽ നോട്ട് പെരിഷ് ബട്ട് വിൽ ഹാവ് ഇറ്റേണൽ ലൈഫ്. അതാണ് സ്നേഹം. അതാണ് സ്നേഹം. ആ സ്നേഹമാണ് നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കിയിരിക്കുന്നത്. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ മക്കളാകാനായിട്ട് വലിയൊരു സ്നേഹം നൽകി. എന്താണ്? പുത്രനെ. ഹല്ലേലൂയ. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. തന്നിൽ വിശ്വസിക്കുന്ന ആ ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ അവൻ നമ്മെ അത്രയ്ക്ക് സ്നേഹിച്ചിരിക്കുന്നു. ഒരു പുതിയ ഐഡൻറ്റിറ്റി നമുക്ക് തരികയാണ്. പുതിയ ഐഡൻറ്റിറ്റി നമുക്കിപ്പോൾ ബോധ്യമുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ള അപൂർണമായ ബോധ്യമുണ്ട്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും, റോമാലേഖനം 8:16 നമ്മൾ കണ്ടതാണ്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ഞാൻ പറഞ്ഞാൽ പട്ടം പറപ്പിക്കുന്ന കുട്ടിയുടെ ഉദാഹരണം നമ്മൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. പട്ടം പറപ്പിക്കുന്ന കുട്ടി പട്ടം കാണാൻ കണ്ണിന് മറഞ്ഞു കഴിഞ്ഞാലും അവനറിയാം പട്ടം അവിടെ ഉണ്ടെന്നുള്ളത്, അല്ലേ? എന്ന് പറയുന്നത് പോലെ നമുക്ക് കാണാൻ ഒരു ഭൗതിക യാഥാർത്ഥ്യമായി ദൈവത്തെ കാണാൻ നമുക്ക് കഴിയാത്തപ്പോഴും ആത്മാവിൽ എല്ലാ നിമിഷങ്ങളിലും അവൻ്റെ ആ സാന്നിധ്യത്തെ നമ്മൾ അറിയുന്നു. നമ്മൾ മക്കൾ, റോമാലേഖനം 8 വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ 17 വാക്യത്തിൽ മക്കൾ എങ്കിലോ അവകാശികളുമാണ്. 18 വരുമ്പോൾ അവൻ്റെ തേജസ്സിൻ്റെ കൂട്ടവകാശികളാണ് നമ്മൾ. മക്കളാണെങ്കിൽ അവകാശികൾ, മക്കളാണെങ്കിൽ എന്തുണ്ട്? അവകാശമുണ്ട്. നമ്മൾ മക്കളായതുകൊണ്ടാണ് അവകാശമുള്ളത്, അല്ലെങ്കിൽ നമുക്ക് അവകാശം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഇവിടെ പറയുന്നത് വാക്ക് കൂട്ടവകാശികൾ. ആരോട് കൂട്ടവകാശികൾ? ക്രിസ്തുവിനോട് കൂട്ടവകാശികൾ. സ്വർഗത്തിൽ യേശുവിന് എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്കും കൂടെ കൂട്ടവകാശമുണ്ട്. എന്തുകൊണ്ടാണ്? വി ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ്. അത് മക്കൾക്ക് മാത്രമുള്ളതാണ്. അതിനെക്കുറിച്ചുള്ളൊരു ബോധ്യം. അവൻ്റെ തേജസ്സിൻ്റെ കൂട്ടവകാശികളാണ്. ആ തേജസ്സാണ് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതായ കാര്യം എന്നുള്ളത് നമ്മൾ മറക്കരുത്. തേജസ്കരണം വരെ നമ്മളെ കൊണ്ടുപോകുന്ന, ആത്യന്തികമായിട്ട് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന തേജസ്, അത് നമ്മളൊന്ന് അറിയാൻ കഴിയണം. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ആത്മാവിൽ നമ്മളൊന്ന് അറിയണം. നമ്മളെ എന്തിനു വേണ്ടി ദൈവം ഒരുക്കി, എന്തിനു വേണ്ടി പുത്രത്വം നൽകി. ഈ തിരിച്ചറിവ്, ഞാൻ ഈ വേദഭാഗങ്ങളെല്ലാം ഓർപ്പിക്കുമ്പോഴും ഓടിച്ചു പറഞ്ഞു പോവുകയാണ്, സമയത്തിൻ്റെ പരിമിതി കൊണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഭാഗങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിലേഷൻ ഉണ്ടാകണം, ബന്ധമുണ്ടാകണം, അവനെ തിരിച്ചറിയുന്നൊരു അനുഭവം ഉണ്ടാകണം, മക്കളെന്നുള്ള തിരിച്ചറിവുണ്ടാകണം. അതാണ് അവൻ എന്നെ അറിയുന്നു. ദൈവം അറിയുന്നവർ, എന്നെ ദൈവം അറിയുന്നുണ്ട്. മകൻ എന്ന നിലയിൽ ദൈവം എന്നെ അറിയുന്നുണ്ട്. സൃഷ്ടി എന്ന നിലയിൽ അറിയുന്നുണ്ട്. പക്ഷെ മകൻ എന്ന നിലയിൽ അവൻ എന്നെ അറിയുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ അവകാശമുണ്ട്, ആ ഭവനത്തിൽ അവകാശമുണ്ട്. ധൂർത്തപുത്രൻ മടങ്ങി വന്നതിന് ശേഷം പിന്നെ മുറിയിലോട്ട് കയറാനായിട്ട് അവന് പ്രത്യേകിച്ച് വേറെ അനുവാദമൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. കാര്യം അവൻ്റെ കയ്യിൽ കിടക്കുന്ന മോതിരം ഒരു കാര്യം ബോധ്യമാക്കുന്നുണ്ട്, അവൻ മകനാണെന്നുള്ളത്. മകനാണ്. ആ കയ്യിൽ ആ മോതിരം കിടക്കുന്നിടത്തോളം കാലം ഒരു ജോലിക്കാരനും അവനോട് ഒരു രീതിയിലും മോശമായ നിലയിൽ ഇടപെടാൻ കഴിയില്ല. കാര്യം ഹീ ഈസ് ദ സൺ, ഹീ ഈസ് സൺ. ആ പുത്രത്വം അറിയുക. പിതാവ് അവനെ പുത്രൻ എന്ന നിലയിൽ അറിഞ്ഞു. ഇത് പറയുമ്പോൾ ദൈവം അറിയുന്നവരും ഉണ്ട്, ദൈവം അറിയാത്തവരും ഉണ്ട്. വേദപുസ്തകത്തിലെ ചില ഭാഗങ്ങളിൽ കർത്താവ് പറയുന്നുണ്ട്, ഞാനവരെ അറിയുന്നില്ല എന്ന് പറയുന്നതായ ഒരു സ്റ്റേജ്. 1-2 ഭാഗങ്ങൾ മാത്രമൊന്ന് വായിക്കുകയാണ്, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാനത് വിശദമാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 25 അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അതിൻ്റെ 25 അധ്യായം നമ്മൾ സ്വർഗരാജ്യം 1 മുതലുള്ള വാക്യങ്ങൾ, സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശമാകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരെ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവൻ എതിരേൽപ്പാൻ പുറപ്പെടുവിനെന്നുള്ള ആർപ്പുവിളി ഉണ്ടായി.
അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കൂടെ ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീനെന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്നു വാതിലടയ്ക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷം മറ്റേ കന്യകമാരും വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിനവൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്ന് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നോക്ക്, എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനൊരു വാക്ക് ദൈവത്തിൽ നിന്ന് കേൾക്കേണ്ടി വന്നാലത്തെ കാര്യം. ഇവരെന്തുമാത്രം കഷ്ടപ്പെട്ട് സഭായോഗത്തിന് പോയി. ഇവരെക്കുറിച്ചും പറയുന്നത് എന്താണ്? കന്യകമാരെന്നാണ് പറയുന്നത്. അവരും ആര് തന്നെയാണ്? കന്യകമാരാണ്. മണവാളനെതിരേൽപ്പാൻ പുറപ്പെട്ട 10 കന്യകമാരിൽ 5 പേരാണ്. എന്ന് തന്നെയല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇവിടെ 5-ാമത്തെ വാക്യത്തിൽ പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചു തുടങ്ങിയെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ബുദ്ധി ഉള്ളവരും എന്ത് ചെയ്തു? മയക്കം പിടിച്ചു. സഭയിൽ പലപ്പോഴും ഇങ്ങനെയുള്ള മയക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ബുദ്ധിയുള്ള ആളുകൾ ഏത് മയക്കത്തിലും എന്താണ്? അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുന്ന ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിച്ചു. ഇത് വിളി കേട്ടിട്ട് ഉണരാതിരുന്നുമില്ല. ഇത്രയും ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിട്ടും ദൈവം അവരെക്കുറിച്ച് പറയുന്നത് എന്താ? കർത്താവ് പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്നാണ് പറയുന്നത്. അറിയുന്നില്ല. എന്തുകൊണ്ട്? അവർ ഒരുക്കമില്ലാത്തവരായിരുന്നു. അതാണ് അവസാനം പറയുന്നത്. അതിനകത്തെ ഇതിനെ ഓരോന്നിനും ഓരോ വ്യാഖ്യാനങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് അർത്ഥമൊന്നുമില്ല. അങ്ങനെ 100 കൂട്ടം വ്യാഖ്യാനങ്ങൾ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ഇതിനകത്ത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ പറയുന്ന കാര്യം എന്താണ്? ഏറ്റവും ഒടുവിൽ എന്താണ്? ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഒരുങ്ങിയിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. അപ്പോൾ അവിടുത്തെ പ്രശ്നം ഇതാണ്, ഒരുക്കമില്ലായ്മ. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കമില്ലാത്തവരായ ആളുകളെ കർത്താവ് വരുമ്പോൾ വിളിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഇന്നത്തെ ഒരു വലിയ പ്രോബ്ലം ഇതാണ്. ഇന്ന് സഭയിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഒരുക്കമുള്ള എത്ര പേരുണ്ട്? നമ്മളോട് തന്നെ ചോദിച്ചു. ഞാൻ പറയട്ടെ, ഈ ഭാഗങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും മറ്റാളുകളെ കാണാനായിട്ട് പരിശ്രമിക്കരുത്. എപ്പോഴും എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ശരിയായിട്ട് ഒരുക്കമുള്ള ആളാണോ എന്ന് എന്നോട് ചോദിക്കാനായിട്ട് പറ്റണം. ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ അപകടമൊക്കെ നമുക്കെല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. എനിക്കതുണ്ടാകത്തില്ല, മറ്റുള്ളവർക്ക് ഉണ്ടാകും നിങ്ങൾ പറയരുത്. ഇന്ന് കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം എത്ര പേർക്കുണ്ട്? നമ്മുടെ സഭകളിൽ എത്ര പേർക്കുണ്ട്? നമ്മളിൽ എത്ര പേർക്കുണ്ട്? ഞാൻ ചിലപ്പം ഈ ഓരോ ചില സംഭവങ്ങൾ, ഇപ്പം പണ്ട് മർത്തോമായിൽ വലിയൊരു ഉണർവുണ്ടായ സമയത്ത് എല്ലാവരും ഭയങ്കര പാട്ടും ബഹളവും. അന്ന് ഇപ്പോഴല്ല, ഒത്തിരി കൊച്ചുകുഞ്ഞേശ്വരമൊക്കെ കാലഘട്ടത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെ ഉണർവുണ്ടായ സമയത്ത് കൊച്ചുകുഞ്ഞേശ്വരല്ല, വേറൊരു ഉപദേശി ഒരു ദിവസം ചോദിച്ചു, ഇപ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരെല്ലാം കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞപ്പോൾ, ഞാനിപ്പോൾ പറഞ്ഞാലും എല്ലാവരും കൈ ഉയർത്തി പറയത്തില്ലേ? എല്ലാവരും കൈകളെ ഉയർത്തി ഹല്ലേലൂയ എന്ന് പറഞ്ഞു. ഉപദേശം പറഞ്ഞു, ദൈവമേ, ഇതാ നിൻ്റെ ജനമെല്ലാം നിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു, ഇപ്പോൾ ആ കാഹളമൊന്ന് ധ്വനിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ആകാശത്ത് നിന്ന് കാഹളത്തിൻ്റെ ശബ്ദം മുഴങ്ങാൻ തുടങ്ങി. കാഹള ശബ്ദം മുഴങ്ങിയപ്പോഴാണ് എല്ലാവരും കരയാൻ തുടങ്ങി. കാര്യം ആരും എടുക്കപ്പെട്ടില്ല. എന്താണെന്നറിയാമോ? ഉപദേശി മാവിൻ്റെ മുകളിൽ ഒരാളെ നേരത്തെ കയറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു, ഇത് പറയുമ്പോൾ കാഹളം ഊന്നണമെന്ന്. ഈ പറയുന്നതൊക്കെ സത്യമാണോ ഇല്ലയോ എന്നൊന്ന് അറിയണമല്ലോ. ഞാൻ പറഞ്ഞത്, ഈ കരങ്ങളെ ഉയർത്തി ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റ ഓട്ടം ഓടുന്ന ആ ഇതുണ്ടല്ലോ, അവസാനമാണല്ലോ നമ്മൾ പിന്നീട് നിൽക്കത്തില്ല. അത് വേദോസം എടുത്ത് കക്ഷത്തിൽ വെച്ചുകൊണ്ടാണ് വേഗം വരണമെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ശരിയായിട്ട് ഒരുക്കം ഉണ്ടായിട്ടാണോ ഇത് പറയുന്നത്? ആത്മാർത്ഥതയോടെ പറയുകയാണോ? കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയവരെല്ലാം കരങ്ങളെ ഉയർത്താൻ ഞാൻ പലപ്പോഴും ആളോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, അപ്പോൾ എല്ലാവരും കരത്തെ ഉയർത്തി പറയുമ്പോൾ ഞാൻ ചോദിക്കും, ഇന്ന് രാവിലെ കർത്താവേ നീ ഇന്ന് വന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയ ഒരാളെന്ന് പറയാൻ പറഞ്ഞു. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കാന്നല്ല, ഇന്ന് രാവിലെ ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചോ, എൻ്റെ ദൈവമേ ഇന്ന് നീ വരുമോ,
നീ ഇന്ന് വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞേച്ചിറങ്ങി ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നമ്മൾ വെറുതെ പറയുന്നതല്ലയോ കർത്താവേ വേഗം വരണേന്നൊക്കെ. ഒരുക്കമില്ലാത്തവരായി, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കമില്ലാതെ ജീവിക്കുന്ന ആളുകൾ, പ്രത്യാശയില്ലാതെ ജീവിക്കുന്നു. എന്തോ പ്രത്യാശ നമുക്കുള്ളത്? നമ്മൾ എത്ര പേർക്ക് പ്രത്യാശയുണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി? കർത്താവ് വന്നില്ലെങ്കിലും വലിയ കുഴപ്പമില്ലെന്ന് ചിന്തിക്കുന്നവരാണ് 90% വിശ്വാസികളും ഇന്ന്. കാര്യം അവർക്ക് ഇവിടെ തന്നെ ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ട്. അവർക്ക് കർത്താവ് വരണമെന്ന് തന്നെ എത്ര പേര് നിർബന്ധം? പിന്നെ കർത്താവ് വരികയാണെങ്കിൽ നഷ്ടപ്പെട്ടു പോകരുതെന്നുണ്ട്. നമുക്ക് പലപ്പോഴും ഉള്ള ഒരു പ്രത്യേകത, ഇവിടെയും വേണം അവിടെയും വേണം. നമ്മുടെ മലയാളത്തിലെ ഭാഷയിലെ ഒരു ശൈലിയുണ്ട്, കഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്യരുത്, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണമെന്ന്. അങ്ങനത്തെ പാർട്ടികളാണ് ഇപ്പോഴത്തെ പെന്തക്കോസ്തുകാർ. എന്നാണെന്നറിയാമോ? ഭൂമിയിലുള്ള ഒന്നും പോകാൻ പാടില്ല, ഉയരത്തിലുള്ള അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു സീറ്റ് അവിടെ ഉറപ്പായിട്ട് കിടക്കുകയും വേണം. സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ലാസറിൻ്റെയും ധനവാൻ്റെയും കഥ പഠിപ്പിച്ചിട്ട് ടീച്ചർ ചോദിച്ചു, നിങ്ങളിൽ ഇവർക്ക് ആരെ പോലെ ആകാനാണ് ആഗ്രഹം? പിള്ളേരെല്ലാം പറഞ്ഞു, ഞങ്ങൾക്ക് ലാസറായാൽ മതി. കാര്യം ലാസർ അബ്രഹാമിൻ്റെ വഴിയിലേക്ക് എടുക്കപ്പെട്ടല്ലോ, ധനവാൻ്റെ യാതനാ സ്ഥലത്തല്ലേ കിടക്കുന്നത്. ഒരു ചെറുക്കനോട് ചോദിച്ചപ്പോൾ സ്മാർട്ടായിട്ടൊരു പയ്യൻ പറഞ്ഞു, ടീച്ചറെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ധനവാനായും മരിക്കുമ്പോൾ പെട്ടെന്ന് ലാസറാകാനും എനിക്ക് ആഗ്രഹമെന്ന്. ഇന്നത്തെ പെന്തക്കോസ്തുകാരൻ്റെ എല്ലാം ആഗ്രഹം ഭൂമിയിൽ ജീവിക്കുമ്പോൾ ധനവാനും മരിക്കുമ്പോൾ പെട്ടെന്ന് ലാസറുമാകാനാണ്. അങ്ങനെയുള്ളവർ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നില്ല. കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള അഭിവാഞ്ചയോടുകൂടിയുള്ളൊരു കാത്തിരിപ്പ്. ഞാൻ ഈ ദിവസങ്ങളിലെടുത്ത ക്ലാസ്സിൻ്റെ എല്ലാം പ്രത്യേകത റിലേഷനാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒന്നുമല്ല. റിലേഷൻ. ആ റിലേഷൻ നമ്മൾ ആത്മാവിൽ എപ്പോഴും അനുഭവിക്കുന്ന ഒരു റിലേഷൻ, തലേ മാത്രം കയറ്റി വെക്കുന്ന റിലേഷൻ അല്ല. നിങ്ങളെൻ്റെ ഭാര്യയോട് ചെന്നിട്ട് ചോദിക്ക്, സാജു നിൻ്റെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ കുടിയന്നൂർ IPC ചർച്ചിൻ്റെ രജിസ്റ്ററിൽ എന്തോ എഴുതിയേക്കുന്നു നോക്കട്ടെ, അവിടെ ഭർത്താവെന്നാണ് എഴുതിയിരിക്കുന്നത്, ആന്ന് കേട്ടോ എന്നൊന്നും പറയത്തൊന്നുമില്ല. പറയുമോ? ഇല്ല. അവൾക്കത് പറയാനായിട്ട് ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് പോലും വേണ്ട. കാര്യം അവളുടെ ബീയിങ്ങിൻ്റെ ഭാഗമാണ് ഞാൻ. എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ അവളുടെ ബീയിങ്ങിൻ്റെ ഭാഗമാണ്. ഏത് പാതിരാത്രിക്ക് നിങ്ങൾ ഉണക്കത്തിൽ നിന്ന് ഉണർത്തി സാജു ആരാന്ന് ചോദിച്ചാൽ ചിലപ്പം ബാക്കി കേൾക്കുന്നത് കേട്ടോ ആരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ബീയിങ്ങിൻ്റെ ഭാഗമാണ്. അവളുടെ ഭർത്താവ് അവളുടെ ബീയിങ്ങിൻ്റെ ഭാഗമാണ്. അതുപോലെ നമ്മളുടെ ബീയിങ്ങിൻ്റെ, നമ്മളുടെ സ്വത്വത്തിൻ്റെ, നമ്മളുടെ ഉണ്മയുടെ ഭാഗമാണോ യേശു? അതോ ഒന്ന് ആലോചിക്കേണ്ടി വരുന്നെങ്കിൽ നമ്മുടെ റിലേഷൻ മോശമാണ്. ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് നമുക്ക് ആലോചിക്കേണ്ടി വരുന്നെങ്കിൽ നമ്മളുടെ റിലേഷൻ മോശമാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള അഭിവാഞ്ചം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. എത്ര പേര് സ്വപ്നം കാണുന്നുണ്ട് സ്വർഗത്തിൽ ചെന്ന് കർത്താവിൻ്റെ കൂടെ നടക്കുന്ന, കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന, കർത്താവിൻ്റെ കൂടെ. അതൊക്കെ സ്വപ്നത്തിൽ, നമ്മുടെ സ്വപ്നത്തിലെങ്കിലും ഉണ്ടോ അതൊക്കെ? പണ്ടൊക്കെ കഷ്ടതയിലെയും പ്രയാസത്തിൻ്റെയും സ്ഥാനത്ത് നമ്മുടെ വല്യപ്പന്മാർക്കും വല്യമ്മമാർക്കും ഒക്കെ ഉണ്ടായിരുന്നു, കർത്താവ് നീ ഇങ്ങ് വന്നെങ്കിൽ. അത് ഒരു, ഞാൻ പറഞ്ഞത് അതാണ് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള സെൻസിൽ ഒരു പക്ഷേ അതായിരിക്കത്തില്ല. കാര്യം ഇവിടുത്തെ കഷ്ടം സഹിക്കാൻ പറ്റാതെ വരുമ്പോഴുണ്ടാകുന്ന ഒരു ചിന്ത മാത്രമല്ല കർത്താവിൻ്റെ വരവ്. എങ്കിലും അവർക്ക് അങ്ങനെയെങ്കിലും ഉണ്ടായിരുന്നു. ഇന്ന് അതുമില്ല, കാര്യം കഷ്ടതയില്ല. ഇന്നിപ്പോൾ നമുക്ക് കർത്താവിൻ്റെ വരവെന്ന് പറയുന്നത് ഈ നാളും നാഴികയും അറിയായികയാൽ ഒരുങ്ങിയിരിപ്പിൻ എന്ന് പറയുന്നത് ഇവിടെ കറക്റ്റാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരു അഭിവാഞ്ച എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു പക്ഷേ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും സമയത്തെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അതുമില്ല. നമുക്കറിയില്ല കർത്താവ് ഇന്ന് വരുമോയെന്ന്. പക്ഷെ ഇന്ന് വരുമ്പോൾ അവൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കത്തിന് എത്രത്തോളം ഒരുക്കം നമുക്കുണ്ടായിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ചെന്നിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവേ നിൻ്റെ വരവിൽ ഇന്ന് രാത്രി സംഭവിക്കുകയാണെങ്കിൽ നിൻ്റെ വരവിൽ എടുക്കപ്പെടാതിരിക്കത്തക്ക നിലയിൽ എന്തെങ്കിലും ഒരു പാളിച്ച എൻ്റെ ജീവിതത്തിലുണ്ടോ കർത്താവേ? ഉണ്ടെങ്കിൽ എന്നെ അത് കാണിച്ചു തരണേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ശോധന ചെയ്ത് പ്രാർത്ഥിച്ചിട്ടാണോ നമ്മളൊക്കെ കിടക്കുന്നത്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവേ ഇന്ന് നിൻ്റെ വരവ് സംഭവിക്കുമോ? എനിക്കറിയില്ല. കാര്യം നാളും നാഴികയും അറിയില്ലല്ലോ.
അതുകൊണ്ട് ഓരോ വൈകുന്നേരങ്ങളിലും സ്വയം ശോധന ചെയ്യാനും ഓരോ രാവിലെ നേരങ്ങളിലും സ്വയം സമർപ്പിക്കാനും കഴിയുന്നത്ര ആഴത്തിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശയും പ്രതീക്ഷയും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹൃദയം നമുക്ക് അനിവാര്യമാണ്. അതില്ലെങ്കിൽ ഈ പറയുന്ന വാക്ക് നിങ്ങളോടും കർത്താവ് നാളെ പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ദൈവം അറിഞ്ഞിട്ടില്ല, അറിയില്ല, ദൈവം അറിയാത്തവരുടെ ഗ്രൂപ്പിൽ നിങ്ങൾ പെട്ടുപോകരുത് പ്രിയമുള്ളവരെ. We need to see that we are totally and completely looking forward the coming of the Jesus Christ. അതാണ് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവായിരുന്നു, ഒന്നാമത്തെ വരവാണ്, കർത്താവിൻ്റെ ഒന്നാമത്തെ വരവാണ് നമ്മെ വീണ്ടെടുത്തതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവാണ്. അതാണ് നമ്മുടെ ഫെയ്ത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് ജീവിച്ച് മരിച്ച് ഉയിർത്തെഴുന്നേറ്റ് എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി മരിച്ച് ഉയിർത്തെഴുന്നേറ്റ ആ യേശു ക്രിസ്തുവിലുള്ള എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം കർത്താവിൻ്റെ ഒന്നാമത്തെ വരവാണെങ്കിൽ, എൻ്റെ പ്രത്യാശയുടെ അടിസ്ഥാനം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണ്. എൻ്റെ പ്രത്യാശയുടെ അടിസ്ഥാനം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് മാത്രമായിരിക്കണം. ഇന്ന് എന്തുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് പ്രത്യാശയുടെ അടിസ്ഥാനമാകുന്നില്ലെന്ന് ചോദിച്ചാൽ, വേറെ പല പ്രത്യാശയും നമുക്കുണ്ട്. നമ്മളത് മാത്രമല്ല, വി ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ്. നമുക്ക് പല കാര്യങ്ങൾ, ഭൂമിയിലെ പല കാര്യങ്ങൾ, അതിലെല്ലാം നമുക്ക് പ്രത്യാശയുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നാളും നാഴികയും അറിയാത്തതുകൊണ്ട് ഒരുങ്ങിയിരിക്കുന്ന, ഓരോ നിമിഷങ്ങളിലും അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു ആത്മീയ അനുഭവം നമുക്കില്ലെങ്കിൽ, നാളെ കർത്താവ് നമ്മളെ വിളിച്ചിട്ടും പറയുന്ന കാര്യമുണ്ട്, എനിക്ക് തന്നെ അറിയത്തില്ല, കർത്താവെ ഞങ്ങൾക്ക് തുറന്നു തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടന്ന് വെറുതെ അലമുറയിലാവുന്നുള്ളതേ ഉള്ളൂ, അങ്ങോട്ട് പോകത്തില്ല. കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്ന കന്യകമാരിൽ 5 പേര് പോയില്ലെങ്കിൽ, മണവാളനെ നോക്കിയിരുന്ന 10 പേരിൽ 5 പേര് പോയില്ലെങ്കിൽ, കാഷ്വലായിട്ട് ജീവിച്ച് മാനുഷികമായി വല്ലപ്പോഴും അല്ലെങ്കിൽ വെള്ളിയാഴ്ച സഭായോഗത്തിൽ വന്നതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഇവിടെ വന്നൊരു പാട്ട് പാടിയതുകൊണ്ടോ കൈയടിച്ചത് കൊണ്ടോ മാത്രം അങ്ങ് പോകാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നത് വിഡ്ഢിത്തമല്ലേ? നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ വരവിന് വേണ്ടിയുള്ള പ്രത്യാശയോടുകൂടെ എല്ലായ്പ്പോഴും കാത്തിരിക്കുന്നതായ ഒരു സ്റ്റേജ്. നമ്മുടെ ജീവിതത്തിൻ്റെ പാളിച്ചകൾ ഒരു വലിയ പ്രോബ്ലമാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് മത്തായിയുടെ സുവിശേഷം തന്നെ അതിൻ്റെ 7-ാമത്തെ അധ്യായത്തിൽ നമുക്കെല്ലാം അറിയാമല്ലോ, ഇതേപോലെ തന്നെ അറിയുന്നില്ല, അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ആകയാൽ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. കർത്താവേ കർത്താവേ ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് അന്ന് പലരും ആ നാളുകൾ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്തു പറയും. ചിലരുടെയൊക്കെ ചിന്തയുണ്ട്, അന്യഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് സ്വർഗത്തിൽ പോയിക്കൊള്ളുമെന്ന്. നമുക്കൊക്കെ ഉള്ള ഒരു വലിയൊരു തെറ്റിദ്ധാരണ. അന്യഭാഷ പറയണം, ഞാൻ എല്ലാ ദിവസവും അന്യഭാഷ പറയുന്ന ആളാണ് കേട്ടോ. 40 വർഷത്തിൽ കൂടുതലായിട്ട് എല്ലാ ദിവസവും അന്യഭാഷയിൽ സംസാരിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് അന്യഭാഷയെ എതിർത്ത് പറയുകയല്ല. പക്ഷേ വേറെ കാര്യമുണ്ട്, അന്യഭാഷയെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആരും സ്വർഗത്തിൽ പോകത്തില്ല. ഇവിടെ ഇവിടെ പറയുന്ന ആളുകൾ എങ്ങനെയുള്ളവരായിരുന്നു? നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ? അവനെ അങ്ങോട്ട് കയറ്റിയില്ല, പിന്നെ അതിൻ്റെ അന്യഭാഷയെ കൊണ്ട് അങ്ങോട്ട് എന്നാ കയറ്റുന്നത്? നമ്മുടെ ശുശ്രൂഷകൾ പോലും അങ്ങോട്ട് എടുക്കപ്പെടുന്നതിൻ്റെ തെളിവല്ല. പ്രവചിക്കുന്നവൻ, വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുന്നവൻ, ഭൂതങ്ങളെ പുറത്താക്കുന്നവൻ എന്തുകൊണ്ട് പോയില്ല? പ്രവചിക്കുന്നത് കൊണ്ടല്ല പോകാഞ്ഞത്. പ്രവചിക്കുന്നത് തെറ്റല്ല, ഭൂതങ്ങളെ പുറത്താക്കുന്നതും തെറ്റല്ല, വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുന്നതും തെറ്റല്ല. എന്തുകൊണ്ട് പോയില്ല? താഴെ പറഞ്ഞിട്ടുണ്ട്, അധർമ്മം
പ്രവർത്തിക്കുന്നവർ. കാര്യം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കിയവർ. ഇന്നത്തെ പലപ്പോഴും ഉണ്ടാകുന്ന വലിയ പ്രശ്നം ഇതാണ്. ഇതിനെ രണ്ടിനെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കുന്നു, നടക്കത്തില്ല. ഈ ടെലിവിഷൻ പ്രീച്ചേഴ്സൊക്കെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വലിയ വീര്യപ്രവൃത്തികളൊക്കെ പറയുന്ന പാർട്ടികളുടെ ലൈഫ്, കുടുംബജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്രയോ എണ്ണത്തിൻ്റെ കുടുംബജീവിതം തകർന്നിട്ട് പിന്നെയും വന്ന് വീര്യപ്രവൃത്തിയും ഭാര്യയോടല്ല ജീവിക്കുന്നത്. പക്ഷേ ഇവിടെ എന്തോ നടക്കുന്നുണ്ട്, പ്രവചനം നടക്കുന്നുണ്ട്. അച്ചട്ട ബ്രദറെ, പച്ചലയും കത്രിയും പോലെ അച്ചട്ട. ആവർത്തന പുസ്തകം 13-ാം അധ്യായം നിങ്ങളൊന്ന് പോയി വായിച്ചു നോക്കണം. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഇടയിൽ നിന്നൊരു സ്വപ്നക്കാരനോ പ്രവാചകനോ എഴുന്നേറ്റ് അവനൊരു കാര്യം പറഞ്ഞിട്ട് അത് നടക്കുകയും ചെയ്താൽ, നടന്നില്ലെങ്കിലല്ല, എന്നിട്ട് അവൻ നിങ്ങളെ അന്യദൈവങ്ങളെ സേവിക്കേണ്ടതിനെ പ്രലോഭിപ്പിച്ചാൽ അവൻ്റെ വാക്ക് നിങ്ങൾ വിശ്വസിക്കരുതെന്ന് തന്നെയല്ല, അവനെ നിങ്ങളുടെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഛേദിച്ച് കളയണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഛേദിച്ച് കളയണമെന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് കൊല്ലാനും പിടിക്കാനൊന്നും പറ്റില്ല. പക്ഷേ അവനെ സഭയെ കയറ്റരുത് എന്നാണെങ്കിലും യഥാർത്ഥ ദൈവത്തിൻ്റെ ആരാധനയിലേക്ക്, യഥാർത്ഥ ദൈവത്തെ വേദപുസ്തകത്തിലെ യേശുവിനെ അല്ലാതെ മറ്റൊരു യേശുവിനെ പരിചയപ്പെടുത്തുന്നവൻ എത്ര അത്ഭുതം പ്രവർത്തിച്ചാലും അവനെ സഭയെ കയറ്റരുത്. സഭയിലും കയറ്റരുത്, നിങ്ങളുടെ വീട്ടിലും കയറ്റരുത്, ടെലിവിഷനിലും കയറ്റരുത്. ടെലിവിഷൻ കാണുമ്പോഴൊക്കെ കാണുന്നുള്ള എല്ലാം കുത്തിയിരുന്ന് കണ്ടിട്ട് കാര്യമൊന്നുമില്ല. ആലോചിക്കണം, ഇവൻ എന്നെ എങ്ങോട്ടാണ് നയിക്കുന്നത്? വേദപുസ്തകത്തിലെ യേശുവിനെക്കുറിച്ചാണോ പറയുന്നത്, അതോ അവൻ മെനഞ്ഞെടുത്തതായ ഒരു യേശുവിനെയാണോ? അത്ഭുതം നടക്കുമായിരിക്കും, അത്ഭുതം എവിടെയും നടക്കും. ആവർത്തന പുസ്തകം 13 പോയി വായിച്ചോളാം, വീട്ടിൽ പോയി വായിക്കണം. ഇതൊക്കെ സമയമില്ലാത്തതുകൊണ്ടാണ്, അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവൻ പ്രവചിക്കുന്നത് നടന്നില്ലെങ്കിലല്ല, ഒരു യഥാർത്ഥ പ്രവാചകനെ തിരിച്ചറിയുന്നത് പ്രവചിച്ചത് നടക്കുന്നത് കൊണ്ട് മാത്രമല്ല. യഥാർത്ഥ പ്രവാചകൻ പ്രവചിച്ചാൽ നടക്കും, അത് വേറെ കാര്യം. പക്ഷേ അതുകൊണ്ട് മാത്രമല്ല, അവൻ്റെ ക്യാരക്ടറാണ്. വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ട് തിരിച്ചറിയാൻ കഴിയും. ആ വീര്യപ്രവൃത്തികൾ ചെയ്യുകയും പ്രവചിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തവരോട് കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ലെന്ന്, അറിയുന്നില്ല. ഐ ഡോണ്ട് നോ എന്തുകൊണ്ട്. ഞാൻ അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബേസിക്കലി പഠിച്ച പണി ജേർണലിസം. അതുകൊണ്ട് ഈ പെട്ടെന്ന് ഈ ബിറ്റ്വീൻ ദ ലൈൻസ് വായിക്കുക എന്ന് നമ്മൾ സാറിന് പറയുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇത് വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ചിന്തിച്ചു, അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ. അപ്പോൾ അറിയാൻ വയ്യ എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അറിയാൻ വയ്യാത്ത വഴിയെ കൂടെ പോകുന്ന ഒരുത്തനെ എനിക്ക് ചുമ്മാ കയറി കള്ളാന്ന് വിളിക്കാൻ പറ്റുമല്ലോ. അവൻ കള്ളനാണെന്ന് അറിഞ്ഞെങ്കിലല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് പറയുന്നു, ഞാൻ നിന്നെ എന്താണ് അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്ന് വിളിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവനെ അറിയാമെന്നല്ലേ, ഇല്ലേ? പിന്നെ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞത് കർത്താവ് പറഞ്ഞതെന്നറിയാമോ? ഞാൻ നിന്നെ അറിയുന്നത് പ്രവാചകനായിട്ടോ ഭൂതങ്ങളെ പുറത്താക്കുന്നവനായിട്ടോ വീര്യപ്രവൃത്തി പ്രവർത്തിക്കുന്നവനോ അല്ല. ഞാൻ നിന്നെ അറിയുന്നത് എന്തായിട്ടാണ്? അധർമ്മം പ്രവർത്തിക്കുന്നവനായിട്ടാണ്. കാരണം ഞാൻ നോക്കിയപ്പോഴൊക്കെ നിൻ്റെ അധർമ്മമാണ് മുന്നേ നിന്നത്. ഒരു വലിയ ആത്മീക അർത്ഥം ഇതിനകത്തുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തത് സഭാഹോളിനകത്താണ്, അധർമ്മം ചെയ്തത് സഭാഹോളിന് പുറത്തും. ദൈവം നമ്മളെ അങ്ങോട്ട് കയറ്റുന്നത് സഭാഹോളിനകത്തുള്ള നമ്മുടെ പെർഫോമൻസ് നോക്കിയല്ല, സഭയ്ക്ക് പുറത്തുള്ള നമ്മുടെ ജീവിതം നോക്കിയാണ് മുകളിലോട്ട് കയറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കേണ്ടത് ഇവിടെ എന്തെല്ലാം പെർഫോം ചെയ്യുന്നതല്ല, നമ്മളെ എല്ലാം ചിന്തയിലെന്നറിയാമോ? സഭാഹോളിനകത്ത് നമ്മൾ കാണിക്കുന്ന പെർഫോമൻസ് വെച്ചാണ് ദൈവം മുകളിലോട്ട് കയറ്റുന്നത്. വെറുതെയാണ്. അതുകൊണ്ടാണ് ഇവിടെ വന്ന് വലിയ ആൾ കളിക്കുന്ന എല്ലാവരും. അതൊരു വലിയൊരു പ്രോബ്ലമാണ്. അത് നമ്മളെ തന്നെ വഞ്ചിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊരു കരച്ചില്ല. ചിലപ്പം കണ്ണിൽ കൂടെ കണ്ണുനീര് വന്നിരിക്കും, സ്വോത്രം പറയുന്നതൊക്കെ ഭയങ്കര ഇതായിരിക്കും, അന്യഭാഷയോടെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത്. പക്ഷേ ഇവിടെ പറയുന്ന അന്യഭാഷ ഒന്നും ദൈവം ശ്രദ്ധിക്കുന്നില്ല. എന്താണ്? നീ പുറത്തെങ്ങനെയാണ്, ഇവിടുന്ന് ഇറങ്ങിയാൽ എങ്ങനെയാണ്, നിൻ്റെ ഭവനത്തിൽ എങ്ങനെയാണ്. ഇവിടെ അന്യഭാഷ പറഞ്ഞിട്ട് ഭർത്താവിനോട് അതിനേക്കാൾ ഉച്ചത്തിൽ മറ്റ് ഭാഷകൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകത്തില്ല, സ്വർഗത്തിൽ പോകത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഇവിടെ കാണിക്കുന്ന ഇവിടെ പാട്ട് പാടി, ഞാൻ ആഫ്രിക്കയിൽ പലപ്പോഴും പറഞ്ഞു, യു ആർ സിംഗിങ് ഇൻസൈഡ് ആൻഡ് സിന്നിങ് ഔട്ട്സൈഡ്, യു ആർ ഗോയിങ് ടു ഹെൽ. ഇവിടെ പാട്ട് പാടുന്നു, പുറത്ത് പാപം ചെയ്യുന്നു, നരകത്തിലേ പോകത്തുള്ളൂ.
ഇവിടെ പാട്ട് പാടിയതൊന്നും ദൈവം കണക്കാക്കുന്നില്ല, ഇവിടെ പ്രാർത്ഥിച്ചതൊന്നും ദൈവം കണക്കാക്കുന്നില്ല. ദൈവം നോക്കുന്നത് ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ എങ്ങനെയാണ് ജീവിച്ചത്. ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കി വെച്ച് ഇവിടെ വന്നിരുന്ന് കൈ കൊട്ടിയാൽ എന്താ കാര്യം? കുടുംബജീവിതം ശരിയാക്കാതെ ഇവിടെ വന്നിരുന്ന് എന്തെല്ലാം കാണിച്ചിട്ട് എന്താ അർത്ഥം? അയൽവക്കക്കാരനുമായ സഹോദരനും നമ്മൾ മിണ്ടാതെ, വർത്തമാനം പറയാതെ, സ്നേഹിക്കാതെ ഇവിടെ വന്ന് എന്തെല്ലാം കാണിച്ചിട്ട് ഒരർത്ഥവുമില്ല. നാളുകളായിട്ട് കൂട്ടു സഹോദരിയുമായിട്ട് മിണ്ടാതെ ഇവിടെ വന്നിരുന്നത് എന്ത് കാണിക്കാനാ? ആദ്യം അത് ശരിയാക്ക്. നീ വഴിപാട് കൊണ്ടുവരുമ്പോൾ നിന്റെ സഹോദരനോട് നിനക്ക് എന്തെങ്കിലും ഉണ്ടെന്ന്, നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ, നിനക്ക് നിന്റെ സഹോദരനോട് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ല, നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ നീ വഴിപാടോടെ വെച്ചിട്ട് പോയാൽ മതി. എന്നാൽ ഇപ്പോഴേ ചെയ്യണ്ട, ആരാധനയൊക്കെ പിന്നെ മതി. ആദ്യം പോയി മറ്റേ കാര്യം ശരിയാക്ക്. ജീവിതം ശരിയാക്കണം. ഇല്ലെങ്കിൽ എന്താ കേൾക്കാൻ പോകുന്നത്? ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. ദൈവം അറിയാത്തവർ. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 38-ാം വാക്യം വായിക്കുമ്പോൾ, മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ, വ്യഭിചാരവും പാവമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രന് തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. യേശുവിനെ സാക്ഷിക്കുവാൻ മനസ്സില്ലാത്തവരായ വിശ്വാസികൾ ഇന്നത്തെ വിശ്വാസികളുടെ മറ്റൊരു പ്രത്യേകതയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആരാണ് വിശ്വാസി എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് സഭായോഗത്തിന് വരികയും സ്വോത്രാഴ്ച ഇടുകയും ചെയ്യുന്നവരാണ് വിശ്വാസികൾ. നമ്മുടെ ചിന്ത ദശാംശം കൊടുക്കുകയും കൂട്ടിക്കും. ദശാംശമൊന്നും ഇപ്പോൾ ആരും കൊടുക്കത്തൊന്നുമില്ല. അതുപോലെ അതിനെക്കുറിച്ചൊന്നും പറയാനല്ല ഞാൻ വന്നത്. പിന്നെ നിൻ്റെ ദശാംശം ഇല്ലെങ്കിലും ദൈവത്തിന് ജീവിക്കാൻ പറ്റും. നിൻ്റെ ദശാംശം കൊണ്ടൊന്നുമല്ല ദൈവം ജീവിക്കുന്നത്. അതിൻ്റെ പേരിൽ ആരും അഭിമാനിക്കുകയോ അഹങ്കരിക്കുകയോ വേണ്ട. വടക്കേ ഇന്ത്യയിലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കുറച്ച് പൈസ കൊടുത്താലും ദൈവത്തെ കളിപ്പിക്കാൻ പറ്റത്തില്ല. ആഫ്രിക്കയ്ക്ക് തന്നാലും നിങ്ങളാരും കൊണ്ട് തരുക, ആഫ്രിക്കയ്ക്ക് തന്നാലും അതുകൊണ്ടൊന്നും ദൈവത്തെ നിങ്ങൾക്ക് പ്രസാദിപ്പിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടൊന്നും. പിന്നെ ഉപദേശി, നിൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ നോട്ട് ഈ പാത്രത്തിലുള്ള നിനക്ക് 100 മടങ്ങ് പ്രതിഫലം കർത്താവ് തരുമെന്നൊക്കെ പറയുന്നത് കേട്ടോണ്ട് അത് ഉപദേശി ദ്രവ്യാഗ്രഹിയായതുകൊണ്ട് പറയുന്നതാണ്. അല്ലെങ്കിൽ തന്നെ അതൊരു ബിസിനസ് അല്ലേ? എന്ത് ഞാനപ്പോൾ ഇടുന്നത് എന്തിനാ? 100 മടങ്ങ് മടക്കിക്കിട്ടാൻ. മുച്ചീട്ട് കളിക്കാരൻ പോലും പറയുന്നത് വെയ് രാജാ വെയ് 1 വെച്ചാൽ 2 കിട്ടുമെന്ന്. ഇത് പറയുന്നത് 1 വെച്ചാൽ 100 കിട്ടുമെന്നാണ്. ദൈവമല്ല, മുച്ചീട്ട് കളിക്കാരനാണോ? അല്ല, സന്തോഷത്തോടെ കൊടുക്കുന്നവനെയാണ് കർത്താവ് സ്നേഹിക്കുന്നത്, അല്ലാതെ ലാഭേച്ഛയോടെ കൊടുക്കുന്നവനെ അല്ല. ലാഭേച്ഛയോടെ സന്തോഷത്തോടെ കൊടുക്കുന്നവൻ വാരി വലിച്ചു കൊടുക്കുക. അവനെ സംബന്ധിച്ചുള്ള അവന് കൊടുക്കുകയല്ല. നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ, നമ്മൾ സാധാരണ ഒരാൾക്ക് ഒരു കാര്യം 1 രൂപ കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കൈ മുകളിലും വാങ്ങിക്കുന്നവരുടെ കൈ താഴെയുമാണ്, ഇല്ലേ? പക്ഷേ ദൈവത്തിന് കൊടുക്കുന്ന അങ്ങനല്ല. മോളിൽ നിന്ന് താഴോട്ടിടുകയല്ല. സ്വത്രാഴ്ച ഇടുമ്പോൾ മോളിൽ നിന്ന് താഴോട്ടിടുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവൻ്റെ മനോഭാവം എന്താണ്? കൊടുക്കുന്നവൻ്റെ മനോഭാവം ഞാൻ മുകളിലും വാങ്ങിക്കുന്നവൻ താഴെയെന്നോ, അങ്ങനെയുള്ള മനോഭാവമാണ് പലർക്കും ഇവിടെ. പക്ഷേ കൊടുക്കേണ്ടത് എങ്ങനെയാണ്? അർപ്പിക്കുകയാണ്. ദൈവത്തിന് കൊടുക്കുന്നത് വാരി എടുത്ത് മുകളിലോട്ട് വെച്ചിട്ട് പറയുകയാണ്, കർത്താവ് ഇതാ എൻ്റെ കയ്യിലുള്ളത് മുഴുവൻ, നിനക്കിഷ്ടമുള്ളത് നിനക്കെടുക്കാം. ദൈവത്തിൻ്റെ കൈ മുകളിലാണ്, അന്നേരം എൻ്റെ കൈ താഴെയാണ്. കൊടുക്കുമ്പോൾ എപ്പോഴും എൻ്റെ കൈ താഴെയായിരിക്കണം. അല്ലെങ്കിൽ അത് ദൈവത്തിന് കൊടുക്കുകയല്ല. ദൈവത്തിന് കൊടുത്തെന്ന് നമുക്ക് തോന്നുന്നെന്നുള്ളതേ ഉള്ളൂ. ദൈവം എടുത്തിട്ടൊന്നുമില്ല. ദൈവം കൈ നീട്ടി ഒരാളുടെയും മുമ്പിൽ നിൽക്കത്തില്ല. ഒരു വിശ്വാസിയുടെയും മുമ്പിൽ കൈ നീട്ടി നിൽക്കുന്നവനല്ല കർത്താവ്. എന്താണ്? നീ ദൈവത്തിന് അർപ്പിക്കുമ്പോൾ അവന് മനസ്സ് തോന്നിയാൽ അവൻ എടുക്കുന്നെന്നുള്ളതേ ഉള്ളൂ. ആ ഒരു മനോഭാവത്തോടു കൂടെ വേണം കൊടുക്കുന്നത്. അല്ലാതെ ഞാൻ ദശാംശം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് 4 പേരോട് പറയാൻ വേണ്ടി ദശാംശം കൊടുക്കുന്നതോ അതുകൊണ്ടൊന്നും ദൈവത്തിന് ഇതൊന്നും വേണ്ട. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ അതിൻ്റെ ആഴത്തിൽ ഗ്രഹിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ കളിപ്പിക്കാൻ പറ്റില്ല. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം ഇതാണ്. ഈ വക കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ക്രിസ്ത്യൻ ഡ്യൂട്ടി തീർന്നെന്നാണ് നിങ്ങളുടെ ചിന്ത. പക്ഷെ കർത്താവ് പറയുന്നു, ക്രിസ്ത്യൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് സാക്ഷ്യമാണ്. വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും.
നോക്കുക, ഒരു വിശ്വാസിയാണോ അവൻ സാക്ഷിക്കുന്നവനായിരിക്കണം. ആരും ഒരു സ്വോത്രവും ഒന്നും പറയത്തില്ല. രൂപാന്തരമാവും എന്തെങ്കിലും വില കൊടുക്കേണ്ട എന്തെങ്കിലും കേൾക്കുമ്പോൾ ആരും ഒന്നും പറയത്തില്ല. അല്ലാത്തപ്പോൾ എന്തോ ഒരു സ്വോത്രമൊക്കെ ആണെന്നുള്ളതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 9-26 വാക്യത്തിലും ഇതേ ഭാഗം തന്നെ നമ്മൾ കാണുന്നുണ്ട്. ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തെയും കുറിച്ചും നാണിച്ചാൽ, നാണമില്ലാതെ സുവിശേഷം പറയുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനി. അവനെക്കുറിച്ചാണ് ദൈവത്തിന് മടിയില്ലാത്തത്. ആളുകളോട് സാക്ഷിക്കാൻ ഇന്നത്തെ സഭകളിൽ ഇങ്ങനൊരു കാര്യമില്ലല്ലോ. സാക്ഷിക്കുക എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഇവിടുത്തെ കാര്യം തന്നെ എടുക്ക്. എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നാളെ 1-2-3-4 കുഞ്ഞുങ്ങൾ സ്നാനപ്പെടുന്നുള്ളൂ. എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, കുറേ നാളായിട്ട് ഞാനിവിടെ വരുന്നുണ്ട്, പക്ഷേ ഇതുവരെ കുഞ്ഞുങ്ങളല്ലാതെ വേറെ ആരും സ്നാനപ്പെട്ട് കണ്ടിട്ടില്ലെന്ന്. നമ്മളെ കുഞ്ഞുങ്ങൾ 10-16 വയസ്സാകുമ്പം നാട്ടിൽ പോകുന്നതിന് മുമ്പ് അപ്പനും അമ്മയും ഒരു വഴിപാട് പോലെ സ്നാനപ്പെടുത്തുന്ന ആ ഒരു സ്റ്റേജ് അല്ലാതെ എത്ര പേര് നിങ്ങൾ സാക്ഷി പറഞ്ഞിവിടെ കൊണ്ടുവന്നു? നിങ്ങളുടെ സാക്ഷ്യത്തിലൂടെ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഇവിടെ വന്നോ? ബ്രദറെ, നമ്മൾ മറ്റൊരു രാജ്യത്തല്ലയോ ബ്രദറെ? വ്യഭിചാരവും ദോഷമുള്ള ഈ തലമുറയിൽ നാണിച്ചാലെന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ലാതെ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായ സമയത്തും സ്ഥലത്തും എന്നല്ല എഴുതിയിരിക്കുന്നത്. എത്ര കഠിനമായ സ്ഥലമാണെങ്കിലും അവിടെയും സാക്ഷിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ചുമതലയാണ്. വഴി പോയി നിന്ന് വിളിച്ചു പോകണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ സാക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ പാടൊന്നും അല്ലെന്നേ. അത്ര വലിയ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ അപകടകരമൊന്നുമല്ല. ഞാൻ യേശുവിൻ്റെ പൈതലാണെന്ന് ഒരാളോട് പറയുന്നതും യേശുവിനെ മറ്റൊരാളോട് സാക്ഷിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ അപകടകരമൊന്നുമല്ല. അപകടകരമാണെങ്കിൽ അങ്ങനെ ആയിരുന്നല്ല എല്ലായിടത്തും. ഇവിടെ പത്രോസും പൗലോസും അപ്പോസ്തലന്മാരും എല്ലാവരും എങ്ങനെയുള്ള അപകടകരമായ സാഹചര്യങ്ങളിലല്ലയോ സാക്ഷിച്ചിട്ടുള്ളത്? അല്ലയോ? നിങ്ങൾക്കിതൊക്കെ വന്ന് പറഞ്ഞേച്ചങ്ങ് പോകാം എന്നാൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരുടെയും മനസ്സിലെ ചിന്ത. അനുഭവിക്കേണ്ടത് ഞങ്ങളാണ്. എന്തോ മാക്സിമം തല്ലിക്കൊല്ലത്തൊന്നുമില്ല, ഇവിടെ അത്രയൊന്നും ഇല്ലല്ലോ. മാക്സിമം നിങ്ങളുടെ ജോലി പോകുമായിരിക്കും. അയ്യോ ബ്രദറെ, ചത്താലും വേണ്ടിയല്ല ജോലി പോകലെന്ന് ഇവിടെ ഇരിക്കുന്നവർക്ക്. ഒരു വിലയും കൊടുക്കാത്ത സുവിശേഷ വേലയല്ല. ഒടുവിൽ കർത്താവിൽ നിന്ന് കേൾക്കരുത്, എന്ത്? എനിക്ക് നിന്നെക്കുറിച്ച് നാണമാന്ന്. കർത്താവ് എന്നെക്കുറിച്ച് നാണിക്കാതിരിക്കണമെങ്കിൽ ഞാൻ സാക്ഷിക്കുന്നവനായിരിക്കണം. ഏറ്റവും കുറഞ്ഞത് നിങ്ങളുടെ അയൽവക്കത്തെ ഫ്ലാറ്റിലെങ്കിലും ചെന്ന് നിങ്ങളൊന്ന് സുവിശേഷം പറ. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളോട് നിങ്ങളൊന്ന് സുവിശേഷം പറയാം. ഒരു ബുക്ക് കൊടുക്കുക, ഒരു ട്രാക്റ്റ് കൊടുക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ. പിടിക്കുന്നെങ്കിൽ പിടിക്കട്ടെ. ജീവനൊന്നും പോകത്തൊന്നുമില്ലെന്നേ, അങ്ങനൊന്നും ഇല്ല. അത്രയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ദൈവം അറിയുന്നവരായ ആളുകൾ, ഇപ്പോൾ 2 തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 2 തിമോത്തി ചാപ്റ്റർ 1 വേഴ്സ് 12 അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. I trust for the which cause I also suffer these things. ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, ഇതൊക്കെ ഞാൻ സഫർ ചെയ്യുന്നു. പക്ഷേ എനിക്കൊരു കാര്യമുണ്ട്, എനിക്കൊരു കാര്യം അറിയാം. ഞാൻ nevertheless I am not ashamed. ഞാൻ ലജ്ജിക്കുന്നില്ല. For I know whom I have believed and am persuaded that he is able to keep that which I have committed unto him against that day. ഒരു ദിവസമുണ്ട്. ഇവിടെ ഞാൻ ലജ്ജിച്ച് പോവുകയല്ല. ഞാൻ ലജ്ജിക്കുന്നില്ലെന്നാണ് അപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. സഫറിങ്സ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ലെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകുമായിരിക്കും, ചിലപ്പോൾ പ്രതിസന്ധി ഉണ്ടാകുമായിരിക്കും. പക്ഷെ നിങ്ങൾ പറയുന്നത് പോലുള്ള വലിയ പ്രതിസന്ധി ഒന്നും ഇവിടില്ല. എന്തൊരു സൈലൻസ് അല്ലേ, എന്തൊരു സൈലൻസ്. നിങ്ങൾ ഏറ്റവും
മലയാളികളായ നിങ്ങളുടെ സഹോദരങ്ങളോടെങ്കിലും നിങ്ങളോട്, ഒരു മർത്തോമക്കാരനോടെങ്കിലും പറ. പോട്ടെ, ബാക്കിയുള്ളവർക്ക് അങ്ങോട്ട് കയറിപ്പോകുന്നത് അത്രയുമെങ്കിലും നിങ്ങളൊന്ന് ചെയ്യുക. ഒന്ന് പറ. അയാൾ നിങ്ങളെ പിടിച്ച് പോലീസിൽ കൊടുക്കത്തൊന്നുമില്ലല്ലോ എന്താണെങ്കിലും. എന്താ പാസ്റ്റർ ഇത് വരണ്ടിരിക്കുകയാണോ? ഞാൻ പറഞ്ഞത്, നിങ്ങൾ ലജ്ജിച്ചാൽ, പോൾ പറയാണ് ഞാനിതൊക്കെ അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെ സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല, കാരണം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാൻ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്. ഞാൻ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. ദാറ്റ് ഈസ് മൈ ഗാഡ്. അവൻ ആ ദിവസം എൻ്റെ ട്രസ്റ്റ്, ആ ദിവസം വരെ അവൻ എന്നെ സൂക്ഷിച്ച് ആ ദിവസം അവൻ അത് സാക്ഷിക്കും. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, 1 Corinthians chapter 8 verse 3, ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ എന്നുള്ളതല്ല, ദൈവത്തെ മാത്രം സ്നേഹിക്കുന്നുവെങ്കിൽ എന്നാണ് ആ വാക്യത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുവൻ ദൈവത്തെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ എങ്കിൽ അവന് ദൈവത്തിന് അറിയാമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള എന്താണ്, മാറി നിന്നുള്ള അറിവല്ല. ഐ നോ ഹിം എന്ന് അവൻ വിറ്റ്നസ് ചെയ്യും. അവൻ എന്താണ്, ദൈവം എന്നെ വിറ്റ്നസ് ചെയ്യും, ദൈവം എന്നെ സാക്ഷിക്കും, അല്ലെങ്കിൽ ദൈവം എന്നെ ഏറ്റുപറയും. ഞാൻ ദൈവത്തെ ഏറ്റുപറയുന്നത് മാത്രമല്ല, ദൈവം എന്നെയും ഏറ്റുപറയും. ഇയ്യോബിനെ കുറിച്ച് എന്താ? ഇയ്യോബിനെ കുറിച്ച് ദൈവം ഏറ്റുപറയാണ്. അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും നീതിമാനും വേറെ ഇല്ലല്ലോ. ഐ നോ ഹിം. അതാണ് ഇവിടെ പറയുന്ന ദൈവം അറിയുന്നു എന്ന് പറയുന്നത്. ആരെക്കുറിച്ചാണ് പറയുന്നത്? ദ വൺ ഹൂ ലവ്സ് ഓൺലി ഗാഡ്. അവിടെ ദൈവത്തെ സ്നേഹിക്കുന്നവനെ, ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലും അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കുറെ കൂടെ ആഴമുള്ള അർത്ഥമാണ്. ഒരുവൻ ദൈവത്തെ മാത്രമേ സ്നേഹിക്കുന്നുള്ളെങ്കിൽ, പണത്തെ സ്നേഹിക്കുന്നവൻ, നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനകത്തെല്ലാം പ്രശ്നം ഉണ്ടാകുന്നത്? എൻ്റെ ജോലി പോയി കഴിഞ്ഞാൽ എൻ്റെ കുടുംബം എങ്ങനെ ജീവിക്കും, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലിരിക്കുന്നത്. ഇതൊന്നും ആർക്കും ഇവിടെങ്ങും പോകുന്നൊന്നുമില്ല. പിന്നെ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ അപ്പുറത്തായിട്ട് നമ്മുടെ മനസ്സിൽ എന്തുണ്ടാകും? ആ കോൺഫിഡൻസ് ഉണ്ടാകും, ട്രസ്റ്റ് ഉണ്ടാകും. ഞാൻ ദൈവത്തെ മാത്രം സ്നേഹിക്കുന്നെങ്കിൽ എന്നെക്കുറിച്ച് ദൈവം സാക്ഷി പറയും, എന്നെ ഏറ്റുപറയും. ദൈവം എന്നെ ഏറ്റുപറയുന്നു. നേരത്തെ കർത്താവ് ദൈവം എന്ത് ചെയ്യുക? തള്ളിപ്പറയുകയാണ്. ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. ഇവിടെ പറയുന്നത് ഞാൻ അറിയുന്നു അവനെ. ഐ നോ ഹിം, ഐ നോ ഹിസ് ക്യാരക്ടർ, ഹി ഈസ് സ്റ്റാൻഡിങ് ഫോർ മീ. നമ്മളെക്കുറിച്ചൊക്കെ വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നതാണ്. ദൈവം അറിയുന്നു എന്ന് ദൈവം ഏറ്റുപറയുന്നതായ ഒരു സ്റ്റേജ്. അവൻ നമ്മളെ തള്ളിക്കളയത്തില്ല. അവൻ നമ്മളെ നീതീകരിച്ച് തേജസ്കരണം വരെ അവൻ നമ്മളെ കൊണ്ടുപോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നീതീകരിക്കുമ്പോൾ തന്നെ റോമാലേഖനത്തിലേക്ക് നമ്മൾ സമയമില്ല എങ്കിലും റോമാലേഖനം 8-ാം അധ്യായത്തിൽ അതിൻ്റെ 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോടെ അനുരൂപരാകുവാൻ മുൻ നിയമിച്ച് വിളിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചു വിളിക്കുന്നു. അതായത് ദൈവം നമ്മളെ മുന്നറിഞ്ഞു. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. മുന്നറിഞ്ഞു, ദൈവം നമ്മളെ മുന്നറിഞ്ഞവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു. ആദ്യം നടക്കുന്നത് മുന്നറിവാണ്, മുൻ നിയമനമല്ല ആദ്യം നടക്കുന്നത്. ഇതാണ് പലപ്പോഴും ഉള്ളൊരു കൺഫ്യൂഷൻ. ദൈവം മുൻ നിയമിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവം എന്ത് ചെയ്തു? മുന്നറിഞ്ഞവരെ അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും. അതിനു മുമ്പ് അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തിൽ അനുരൂപരാകുവാൻ മുൻ നിയമിച്ച് വിളിക്കുന്നു. മുൻനിയമനമല്ല ആദ്യം നടക്കുന്നത്, പ്രീ ഡെസ്റ്റിനേഷൻ അല്ല ആദ്യം നടക്കുന്നത്, പ്രീ നോളജാണ്. ഇതാണ് ഞാൻ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന, പലപ്പോഴും കാൽവിനിസമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പ്രത്യേകത ഇതാണ്. അവിടുത്തെ പ്രോബ്ലം ഇതാണ്. മുൻനിയമനം ആദ്യം നടക്കുന്നു എന്നുള്ള ചിന്തയിലാണ് അവരത് പറയുന്നത്. നോ, മുന്നറിവാണ് ആദ്യം നടക്കുന്നത്. മുന്നറിവാണ് ആദ്യം നടക്കുന്നതെങ്കിൽ മുന്നറിഞ്ഞവരെ അവൻ മുൻ നിയമിച്ചവരെ അവൻ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു.
അതാണ് നമ്മുടെ വീണ്ടെടുപ്പ്. നീതീകരിച്ചവരെ അവൻ എന്ത് ചെയ്യുന്നു? തേജസ്കരിച്ചു വിളിക്കുന്നു. അവനെ തേജസ്സിലേക്ക്, അതൊരു ഒരു പ്രോസസ്സാണ്. നീതീകരണം എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് സംഭവിക്കുന്ന കാര്യമാണ്, നീതീകരണം. എന്നാൽ തേജസ്കരണം എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ആ തേജസ്കരണത്തിൻ്റെ പ്രോസസ്സിലെ വഴിയാണ് നമ്മളുടെ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെ വിശുദ്ധീകരിക്കുക എന്ന് പറയുന്നത്, പ്യൂരിഫൈങ്, സാങ്ക്ടിഫൈങ്. ഏറ്റവും ആത്യന്തികമായിട്ട് നമ്മളെ എന്തിനു വേണ്ടിയാണ് നമ്മളെ നീതീകരിച്ചതിന്? എന്തിനു വേണ്ടിയാണ്? തേജസ്കരിക്കാൻ വേണ്ടിയാണ്. അവൻ്റെ പുത്രൻ്റെ തേജസ്സിൻ്റെ കൂട്ടവകാശികളാക്കാൻ വേണ്ടിയാണ്. ആ പുത്രത്വത്തിൻ്റെ തേജസ് അനുഭവിക്കാൻ വേണ്ടിയാണ്. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. വാക്യങ്ങൾ മുറിച്ച് വായിക്കുന്നതിൻ്റെ പ്രശ്നമാണ് ഇതാണ്. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? ഈ വാക്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്നാന്ന് ഒരുത്തർക്കും അറിയത്തില്ല. ഒരുത്തർക്കെന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്നില്ല. പ്രസംഗകരെല്ലാം ഇത് തെറ്റിച്ചാണ് പറയുന്നത്. ഞാൻ ഒരു ടി വിയിൽ ഒരു പ്രസംഗം ഒരു ദിവസം കേട്ടപ്പോഴത്തേക്ക് ഈ വാക്യമാണ്, സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ സകലവും. നിങ്ങളൊന്ന് പറഞ്ഞേ സകലവും, എല്ലാവരും പറഞ്ഞേ സകലവും. ഇങ്ങനെയാണുള്ള പ്രസംഗം. സകലവും എന്താണ്? സകലവും നിങ്ങൾ കണ്ണൊന്ന് തുറന്ന് നോക്ക്, കാണുന്ന സകലവും. ഒരു കാർ നീ കാണുന്നോ? ആ കാർ നിനക്ക് തരാൻ. എന്തൊരു കഷ്ടമെന്ന് പറയാം. ഈ റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഒറ്റ ഒരിടത്ത് പോലും ഭൗതികമായ ഒരു നന്മയെക്കുറിച്ചൊരു ചെറിയ സൂചന പോലുമില്ല. ഈ റോമാലേഖനം 8-ാം അധ്യായം മുഴുവൻ പറയുന്നത് തേജസ്സിനെ കുറിച്ചാണ്. തേജസ് ഒന്നു മുതൽ നിങ്ങൾ ഈ വാക്യങ്ങളൊക്കെ പോയി ഒന്ന് വായിക്കണം പ്രിയമുള്ളവരെ. ഇവിടെ വരുമ്പോൾ മാത്രം വേദവസം തുറന്നാൽ പോരാ, വീട്ടിൽ പോയി വേദവസം വായിക്കണം. റോമൻസ് ചാപ്റ്റർ 8 ഒന്ന് വായിച്ചു നോക്കി. അവിടെ ഒരിടത്ത് പോലും ഭൗതികമായ ഒരു നന്മയെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അവിടെ പറയുന്നതെല്ലാം വരുവാനുള്ള, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നിരുന്നു. തേജസ്, വരുവാനുള്ള തേജസ്, പുത്രത്വത്തിൻ്റെ തേജസ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അത് അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കും. എന്താണ് ഇതിനകത്തെ അർത്ഥം? സ്വന്തം പുത്രനെ ആദരിയാതെ അവൻ എന്താ നൽകിയത്? സ്വന്തം പുത്രൻ മരിച്ചതുകൊണ്ട് നമുക്ക് എന്താ കിട്ടിയത്? നീതീകരണം. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം. ഇവിടെ പറയുന്നതാണ്, നീതീകരണത്തിന് വേണ്ടി സ്വന്തം പുത്രനെ നൽകിയവൻ തേജസ്കരണം വരെ നമ്മളെ കൊണ്ടുപോകാതിരിക്കുമെന്ന് ഇവിടെ ചോദിക്കുന്നത്. നീതീകരിച്ച് വഴിയിലിട്ട് പോകുന്നവനല്ല, വീണ്ടെടുത്തിട്ട് ഇവിടെ വഴിയിലിട്ടേക്ക് അല്ല. എന്തിനു വേണ്ടിയാണ്? പുത്രത്വത്തിൻ്റെ തേജസ് പ്രാപിക്കുന്നത് വരെ അവൻ നമ്മളെ വിടാതെ കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ അർത്ഥം. ദയവ് ചെയ്ത് ഈ കള്ളപ്രവാചകന്മാർ ടെലിവിഷനിൽ പറയുന്ന വാക്യങ്ങൾ കോട്ടിമാട്ടി കളയുന്ന ആളുകളുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ അതിൻ്റെ പുറകെ പോകരുത് പ്ലീസ്. വേദപുസ്തകത്തിൻ്റെ എന്തർത്ഥത്തിൽ അത് ഉപയോഗിക്കുന്നു ആ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നവരുടെ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടാൽ മതി. അല്ലെങ്കിൽ വെറുതെ സമയം പാഴാക്കുകയാണ്, ലൈഫും പാഴാക്കുക, ജീവിതവും പാഴാക്കുക, ഉള്ള കാശും അയച്ചു കൊടുക്കും. നിങ്ങളുടെ കാശ് എനിക്ക് കിട്ടാൻ വേണ്ടിയൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് പൈസയുടെ വിഷയമല്ല പറഞ്ഞത്. നിങ്ങൾ എന്തുകൊണ്ടാണ് പൈസ അയച്ചു കൊടുക്കുന്നത്? നിങ്ങൾക്ക് വിശ്വാസമുള്ളതുകൊണ്ട് നിങ്ങൾ പൈസ അയച്ചു കൊടുക്കുന്നത്. എന്താ വിശ്വസിക്കുന്നത്? വേദപുസ്തകത്തെ കോട്ടിമാട്ടി പറയുന്നവരുടെ സുവിശേഷമാണ് നിങ്ങളുടെ മനസ്സിലിരിക്കുന്നത്. കാര്യം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതും. അങ്ങനെയുണ്ട്. പിന്നെ അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിനെ അവർ തരുന്നു. എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാനല്ല, ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കാനാണ്. ഡയബറ്റിക് പേഷ്യൻറ്റിന് ജിലേബി ആയിരിക്കും ഇഷ്ടം. പക്ഷേ 1 കിലോ ജിലേബി അവനെ തിരിച്ച് അവൻ ചിലപ്പോൾ ചത്തുപോയെന്നിരിക്കും. അന്നേരമായിരിക്കും ഭാര്യ പാവയ്ക്കാനീരും കൊണ്ട് വരുന്നത്. പാവയ്ക്കാനീര് കാണുമ്പോൾ ഇവൻ്റെ മുഖം അങ്ങ് ചുളിയും. ജിലേബി കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്. പക്ഷേ അയലോക്കക്കാരന് നീ ചത്താലും കുഴപ്പമില്ല, അതുകൊണ്ടാണ് അവൻ കൊണ്ട് ജിലേബി കൊണ്ടു തരുന്നത്. പക്ഷേ ഭാര്യയ്ക്ക് നീ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇവിടെയും വന്ന് ജിലേബി തരുന്ന ആളുകളാണ് കൂടുതലിവിടെ വരുന്നത്. ഇവിടെ കൂടുതൽ സന്ദർശിക്കാൻ വരുന്ന ആളുകളെല്ലാം ജിലേബി തരുന്ന ആളുകളാണ്. എല്ലാവർക്കും മുഖത്തെന്തൊരു സംതൃപ്തിയാണെന്നറിയാമോ? 2016 9 മാസത്തിൽ നിനക്ക് വേണ്ടി ദൈവം ഒരു നന്മ ഒരുക്കിയിരിക്കുന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എന്തൊരു സന്തോഷം. അത് കഴിയുമ്പോൾ ഒരുത്തം വന്നിട്ട് പറയുക, ഇവിടെ പാടി വെച്ച് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നീ ഭാര്യയുമായിട്ട് പിണങ്ങിയാൽ നീ നരകത്തിൽ പോകുന്നൊക്കെ പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ സത്യമാണ് അത്.
ഇവിടെ പാട്ട് പാടിക്കൊണ്ടൊന്നും കാര്യമില്ല. സ്വന്തം പുത്രനെ ആദരിയാതെ തേജസ്കരണം വരെ നമ്മളെ കൊണ്ടുപോകുന്ന കർത്താവിൻ്റെ ആ മഹത്വകരണമായ ദൈവം എന്നെ അറിയുന്നു, അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ദൈവം എന്നെ അറിയുന്ന അവസ്ഥയിൽ ഇനി എനിക്ക് ദൈവത്തെ അറിയണം. ദൈവം എന്നെ അറിയുന്നു, ഇനിയിപ്പോൾ എന്ത് വേണം? എനിക്ക് ദൈവത്തെ അറിയണം. ആ ദൈവത്തെ അറിയാൻ അതിന് പരിമിതിയുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ദൈവത്തെ അറിയേണ്ടതുപോലെ ഞാൻ അറിയണം. ദൈവത്തെ അറിയുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ അറിവ്. അത്രയും വലിയ അറിവ് വേറെ ഒന്നുമില്ല. യേശുവിനെ അറിയുക, യേശുവിനെ കണ്ടെത്തുകയല്ല. നമ്മളാരും യേശുവിനെ കണ്ടെത്തിയതല്ല, യേശു നമ്മളെ കണ്ടെത്തിയത്. അവൻ നമ്മളെ കണ്ടെത്തുകയാണ്. എന്നാൽ എന്നെ ദൈവം കണ്ടെത്തിയെങ്കിൽ, ഇപ്പം അമേസിംഗ് ഗ്രേസ് പാടുമ്പോഴും എന്താണ്? വൺസ് ഐ വാസ് ലോസ്റ്റ് ബട്ട് നൗ ഐ ആം ഫൗണ്ട്. ഐ ഫൗണ്ട് എന്നല്ല, ഐ ആം ഫൗണ്ട്. ഞാൻ കണ്ടെത്തിയെന്നല്ല, എന്നെ കണ്ടെത്തി. ദൈവത്തിൻ്റെ കൃപ എന്ത് ചെയ്യുകയാണ്? എന്നെ കണ്ടെത്തുകയാണ്. അല്ല, ഞാൻ ദൈവകൃപ കണ്ടെത്തുകയല്ല, ദൈവകൃപ എന്നെ കണ്ടെത്തുകയാണ്. പക്ഷേ എന്നെ കണ്ടെത്തിയപ്പോൾ, എന്നെ വീണ്ടെടുത്തപ്പോൾ, എന്നെ കർത്താവ് വീണ്ടെടുത്തു. ഇതൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. പക്ഷേ ഇനി ഞാൻ അവനെ എന്ത് ചെയ്യണം? അറിയണം. ആ അറിവ് ശാസ്ത്രീയമായ ഒരറിവല്ല, ഇന്ദ്രിയപരമായ ഒരറിവുമല്ല, ബുദ്ധിപരമായ അറിവല്ല. ആത്മാവിൽ ഞാൻ അറിയണം. ഇത് അറിവിൻ്റെ ഒരു കാലഘട്ടമാണ്, ഇൻഫർമേഷൻ്റെ ഒരു ലോകമാണ്. അറിവ് പണ്ടൊക്കെ നൂറ്റാണ്ടുകൾ കൂടുമ്പോഴാണ് ഡബിൾ ചെയ്തിരുന്നതെങ്കിൽ ഇപ്പം ചിലപ്പോൾ മാസങ്ങൾ കൂടുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ചില വർഷങ്ങൾ കൊണ്ട് തന്നെ എന്താണ്, അറിവുകൾ ഡബിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക്. ഞാൻ സാധാരണ രീതിയിൽ മുമ്പേ പറഞ്ഞതുപോലെ പിള്ളേർക്കിപ്പോൾ ബുദ്ധിയൊന്നും കൂടുതലൊന്നുമില്ല, പിന്നെ അറിവ് കൂടുതലുണ്ട്. കാരണം അക്വയർഡ് ആയിട്ടുള്ള നോളജ് ഓൾറെഡി ഉള്ളതുകൊണ്ട് അവനിനി അത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, അവന് കുറച്ചുകൂടെ ആഡ് ചെയ്താൽ മതി. നമ്മുടെ ഒരു കാലയളവിൽ ഉണ്ടായിരുന്ന അറിവിൻ്റെ പല മടങ്ങ് അറിവ് ഇപ്പോൾ ഓൾറെഡി അക്വയർഡ് ആയിട്ടുണ്ട്. അത് ലഭിച്ചിരിക്കുന്ന, കൂട്ടിവെച്ചിരിക്കുന്ന അറിവുണ്ട്. അതിനകത്തുള്ള പണിയായി പിള്ളേരെല്ലാം കാണിക്കുന്നത്. അല്ലാതെ ബുദ്ധി കൂടുതലായതുകൊണ്ടൊന്നുമില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് ബുദ്ധിയൊന്നും കൂടുതലൊന്നുമില്ല, പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇൻഫർമേഷൻ കൂടുതലുണ്ട്. എന്നാൽ ആ ഇൻഫർമേഷൻ ഞാൻ ചില ഭാഗങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് സമയമില്ല. ഈ അറിവിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ അറിവ് അനുഭവിക്കുന്ന ഒരവസ്ഥ വന്നില്ലെങ്കിൽ ആ അറിവ് കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നില്ല. കർത്താവിനെ നമ്മൾ അനുഭവിക്കുന്ന അറിവ്, നോളജ് ബൈ എക്സ്പീരിയൻസ്, അതാണ് വാസ്തവത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന അതിൻ്റെ ആ കർത്താവിനെ നമ്മൾ അറിയുക. പക്ഷേ ഈ അറിവിന് നിദാനം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ അല്ല. ഇൻഫർമേഷൻ ഈസ് ദെയർ. വേദപുസ്തകത്തിൽ യേശുവിനെക്കുറിച്ചുള്ള അറിവുണ്ട്. അതിപ്പോൾ ആര് വായിച്ചാലും അവർക്ക് ഇൻഫർമേഷനുണ്ട്. പക്ഷെ ആ ഇൻഫർമേഷൻ കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് യേശുവിനെ അറിയാൻ കഴിയില്ല. ഈ ഇൻഫർമേഷൻ തന്നെ മനുഷ്യൻ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് മാനുഷികമായിട്ടാണ്. എന്നാൽ പരിശുദ്ധാത്മ നിയന്ത്രിതനായ ഒരു വ്യക്തി അത് വായിക്കുമ്പോൾ അവനുണ്ടാകുന്നത് ഇൻഫർമേഷൻ അല്ല, റെവലേഷനാണ്. ആ റെവലേഷനാണ് വാസ്തവത്തിൽ നമുക്ക് ആവശ്യം. നോളജിനപ്പുറത്ത് റെവലേഷൻ ഉണ്ടാകണം. നോളജിൻ്റെ അപ്പുറത്തായിട്ട് നമുക്കുണ്ടാകേണ്ടത് റെവലേഷനാണ്. ആ റെവലേഷനിൽ, അതുകൊണ്ടാണ് അത് യുക്തിക്ക് അതീതമായ കാര്യങ്ങളാണ് പലപ്പോഴും. യുക്തി കൊണ്ട് പലപ്പോഴും നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. അതിനപ്പുറത്തുള്ള കാര്യമാണ്. പക്ഷേ യുക്തിക്കപ്പുറത്തൊന്നും ഇല്ല എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഒരു IAS ഞാൻ ഒരാളുമായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ട കൂട്ടത്തിൽ ഞാൻ എൻ്റെ ഒരു ബുക്ക് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ, എൻ്റെ ഒരു കസിൻ IAS-നുണ്ട്, അവർ ഫ്രണ്ട്സാണ്. അപ്പോൾ ആ ഒരു ബന്ധത്തിലാണ് ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഈ ബുക്ക്, എൻ്റെ ഒരു ബുക്ക് ഞാൻ കൊടുത്തപ്പോഴത്തേക്ക്, ഇംഗ്ലീഷിലുള്ളൊരു ബുക്കാണ്, ഷാഡോ ഓഫ് ദി ഓൾ മൈറ്റി എന്ന് പറഞ്ഞ്. അദ്ദേഹം പറഞ്ഞു, ഐ എം സോറി, ഐ ഡോണ്ട് റീഡ് ദീസ് കൈൻഡ് ഓഫ് ബുക്സ്. വൈ? ഐ എം എ റാഷണലിസ്റ്റ്. ഞാൻ ഒരു യുക്തിവാദിയാണ്, എനിക്ക് ഇതൊന്നും വായിക്കാൻ ഇഷ്ടമില്ല. ഞാൻ പറഞ്ഞു, ഓക്കെ, നോ പ്രോബ്ലം. ഇപ്പോൾ നമുക്ക് നിർബന്ധിച്ചാലും കൊണ്ട് വായിപ്പിക്കാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ ചോദിച്ചു, സാർ, ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. ഡു യു തിങ്ക് ദാറ്റ് ദിസ് റാഷണാലിറ്റി ഈസ് ദി അൾട്ടിമേറ്റ് തിങ്? യുക്തിയാണ് ആത്യന്തികമായ കാര്യമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, യെസ്, യുക്തിക്ക് അപ്പുറത്തൊന്നുമില്ല. ഞാൻ ചോദിച്ചു, അൾട്ടിമേറ്റായിട്ട് ഒന്നല്ല ഉണ്ടാകാൻ പറ്റുള്ളൂ? അതെ, അതാണ് യുക്തി. യുക്തിയാണ് അൾട്ടിമേറ്റ്. ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ സാറേ, രണ്ട് പേരുടെ യുക്തി വ്യത്യസ്തമാകാൻ പറ്റത്തില്ലല്ലോ. എൻ്റെ യുക്തി അല്ല സാറിൻ്റെ യുക്തി. അൾട്ടിമേറ്റായിട്ട് ഒന്നേ ഉണ്ടാകാൻ പറ്റുള്ളെങ്കിൽ രണ്ട് യുക്തി ഉണ്ടാകുമ്പോൾ രണ്ട് അൾട്ടിമേറ്റ് ഉണ്ടാകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ യുക്തി അല്ല അൾട്ടിമേറ്റ് എന്നുള്ളതല്ലേ അർത്ഥം? ദാറ്റ് മേക്ക് സെൻസ്.
പഠിച്ച മനുഷ്യനായതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ സാധാരണ വഴക്കുണ്ടാക്കാൻ വരും. എന്നിട്ട് രണ്ടാമത് ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു, ഓക്കെ സാർ, ഇത് തന്നെയല്ല, എൻ്റെ യുക്തി തന്നെ അങ്ങ് അൾട്ടിമേറ്റായിട്ട് അങ്ങ് ചിന്തിക്കുക. എങ്കിൽ പോലും ഇന്നലത്തെ എൻ്റെ യുക്തി അല്ലല്ലോ ഇന്നത്തെ എൻ്റെ യുക്തി, നാളത്തെ എൻ്റെ യുക്തി വേറെ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ യുക്തി തന്നെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. പിന്നെ അദ്ദേഹം പറഞ്ഞു, യാ വോട്ട് യു സേ, അതിനകത്ത് സെൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഒടുവിൽ ഞാൻ പറഞ്ഞു, സാറേ ഒന്നുകൂടെ ഞാൻ പറയാം, തലയെന്ന് ഭിത്തിയിലടിച്ചാൽ തീരാനുള്ളതേ ഉള്ളൂ ഏത് യുക്തിയും. തലയെന്ന് ഭിത്തിയിലടിച്ചാൽ തീരാനുള്ളതേ ഉള്ളൂ ഏത് യുക്തിയും. യുക്തിയുടെ പ്രശ്നം അതാ, അത്രേ ഉള്ളൂ യുക്തി. എന്നാൽ യുക്തി നമുക്ക് തരുന്നത് നിഗമനങ്ങളാണ്, കൺക്ലൂഷൻസ്. റാഷണാലിറ്റി അല്ലെങ്കിൽ റീസണിങ് കൊണ്ട് നമുക്കുണ്ടാകുന്നത് കൺക്ലൂഷനാണ്. പക്ഷേ ആത്മാവ് നമുക്ക് തരുന്നതിന് വേദവസം പറയുന്നത് കൺവിക്ഷൻ എന്നാണ്, ബോധ്യം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നു. ഹി വിൽ കൺവിൻസ് യു, ബോധ്യപ്പെടുത്തും. ബോധ്യമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന റെവലേഷനിലൂടെ നമുക്ക് ലഭിക്കുന്നത്. കൺക്ലൂഷൻ അല്ല, എന്താണ്? ബോധ്യമാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾക്ക് നമുക്ക് ഉറപ്പുണ്ടാകുന്നത്. ബോധ്യം ഉണ്ടാവുക, ബോധ്യം. അതൊരു അനുഭൂതിയല്ല. ഇന്നിപ്പോൾ പലപ്പോഴും സഭകളിൽ ഉണ്ടാകുന്നത് ഒരു അനുഭൂതിയാണ്, എക്സ്റ്റസിയാണ്. അപ്പം ഒരു എക്സ്റ്റസിയിലല്ല ഇപ്പോഴത്തെ. അതുകൊണ്ട് എല്ലാം ഫീൽ ഗുഡ് ചർച്ചസ് ആണ്. നിനക്കൊന്ന് നന്നായിട്ട് ഫീൽ ചെയ്യാനുള്ള സഭയിൽ വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി വോണ്ട് ടു മേക്ക് യു ഫീൽ ഗുഡ്. ജോയൽ ഓസ്റ്റിൻ്റെയൊക്കെ സഭയുടെയൊക്കെ പ്രത്യേകത ഫീൽ ഗുഡ് ചർച്ചസ്. ഞാൻ ഈ പേരൊക്കെ അങ്ങ് തുറന്ന് പറയുക, വെറുതെ പാഴായി പോകാതിരിക്കാനാണ്. എനിക്കറിയാം നിങ്ങൾക്ക് പലർക്കും അത് ഇഷ്ടപ്പെടത്തില്ലെന്നുള്ളത്, പക്ഷേ ദിസ് ഈസ് എ ഫാക്ട്. നിങ്ങൾ പാഴായി പോകരുത്. ഫീൽ ഗുഡ് ചർച്ചസ്. അങ്ങനെ നന്നായിട്ട് ഫീൽ ചെയ്യാനുള്ള ഒരു സ്ഥലമല്ല ഈ സഭ എന്ന് പറയുന്നത്. ഈ സഭ എന്ന് പറയുന്നത് ബോധ്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. നമുക്ക് ആവശ്യമായിരിക്കുന്നത് റെവലേഷനിലൂടെ ഉണ്ടാകുന്ന ബോധ്യമാണ്, കൺക്ലൂഷൻ അല്ല. ഇങ്ങനെ കൺക്ലൂഷൻ നിഗമനത്തിൻ്റെ പ്രത്യേകത, നിഗമനം ഉണ്ടാകുന്നത് നമ്മുടെ യുക്തിയിൽ നിന്നാണ് നിഗമനം ഉണ്ടാകുന്നത്. നിഗമനമാകുമ്പോഴത്തേക്ക് വേറൊരു യുക്തി വന്നാൽ ഇത് മാറും. യുക്തിയിൽ ഉണ്ടാകുന്ന ഒരു നിഗമനം മറ്റൊരു യുക്തി ഉണ്ടാകുമ്പോൾ ഈ നിഗമനം മാറും. പക്ഷെ കൺവിക്ഷൻ മാറത്തില്ല. പരിശുദ്ധാത്മാവ് നൽകുന്ന കൺവിക്ഷൻ എന്താണ്? ഒരിക്കലും മാറുന്നതല്ല. ഈ റെവലേഷൻ ദൈവം വെളിപ്പെടുത്തുന്നതായ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് റിവീൽഡ് ബൈ ഗാഡ്. ഗോഡ് ഈസ് റിവീലിംഗ് ഇറ്റ്. ദൈവം ഇടപെടുന്ന ഓരോ വിധങ്ങളും, എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന എല്ലാ വിധങ്ങളും ദൈവം എനിക്ക് ബോധ്യപ്പെടുത്തുകയാണ്. എനിക്ക് യേശു ഒരു നിഗമനമല്ല, എനിക്കൊരു ആശയമല്ല. ഹീ ഈസ് നോട്ട് എ റിലീജിയസ് ഐഡിയ. ഹീ ഈസ് റിയൽ ടു മീ. ഈസ് റിയൽ. അങ്ങനെ ബോധ്യങ്ങളുള്ളവരാണ് ആരാധിക്കാൻ വരുന്നത്. ബോധ്യങ്ങളിൽ നിന്ന് മാത്രമേ ആരാധന ഉണ്ടാകത്തുള്ളൂ. നിഗമനത്തിൽ നിന്ന് ആരാധന ഉണ്ടാകത്തില്ല. നിഗമനം പിന്നെയും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കും. പല മതങ്ങളിലും സത്യാന്വേഷികളുണ്ട്, പക്ഷേ അവർക്കൊരിക്കലും ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആരാധിക്കാൻ പറ്റുകയില്ല. അവരിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ നമുക്ക് ആരാധിക്കാൻ പറ്റുകയില്ല. കണ്ടെത്തുന്ന ഒരു കാര്യത്തെ അല്ലെങ്കിൽ ബോധ്യപ്പെട്ട ഒരു കാര്യത്തെ മാത്രമേ നമുക്ക് ആരാധിക്കാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഗാഡ് ആ ഒരു വ്യക്തി മാറി നിന്നുകൊണ്ടല്ല. ഞാൻ യേശുവിനെ മാറി നിന്നറിയുകയല്ല, ഞാൻ അനുഭവിക്കുകയാണ്. മാറി നിന്നുള്ള അറിവല്ല വെളിപ്പാട്. വെളിപ്പാടെന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ ഭാഗമാവുകയാണ്. മാറി നിന്ന് പല കാര്യങ്ങൾ, ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൊണ്ട് ദൈവത്തെ അറിയുന്നതുമുണ്ട്. പണ്ട് ഓസ്കർ അവാർഡ് കിട്ടിയ ഒരു ആക്ടർ ഒരു ചർച്ചിലെ മീറ്റിങ്ങിന് ഇങ്ങനെ വന്നു. അപ്പം ഇപ്പോഴത്തെ പ്രത്യേകതയുണ്ടല്ലോ, അങ്ങനെയുള്ളവർ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ സഭയിൽ വലിയ മുന്നേറ്റി ഇരുത്തി വലിയ ബഹുമാനമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ബഹുമാനിച്ച കൂട്ടത്തിൽ അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, കൻ യു ജസ്റ്റ് പെർഫോം സംതിങ് ഫ്രം ദ ബൈബിൾ? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ 23-ാം സങ്കീർത്തനം ഞാനൊന്ന് പെർഫോം ചെയ്ത് കാണിക്കാം എന്ന് പറഞ്ഞ് വളരെ കാര്യമായിട്ട് അയാളങ്ങോട്ട് നിന്ന് കൈകളൊക്കെ എടുത്ത് ദി ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ് എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യമായിട്ടൊക്കെ പാട്ട് പോലൊക്കെ ആക്കി എല്ലാം നന്നായിട്ട് പെർഫോം ചെയ്ത് ആളുകൾ എഴുന്നേറ്റ് നിന്ന് ആളുകൾ കൈയടിക്കാൻ തുടങ്ങി. എല്ലാവരും കൈയടിച്ചു. അപ്പം
MC ചെയ്ത ആൾ ചോദിച്ചു, ഈസ് ദർ എനിബഡി എൽസ് ഹു ക്യാൻ പെർഫോം ലൈക്ക് ദിസ്? അപ്പോൾ ആരും തയ്യാറായില്ല. പ്രായമുള്ള ഒരു തള്ള, ചുക്കിച്ചുളിഞ്ഞ മുഖമുള്ള ഒരു തള്ള എഴുന്നേറ്റ് നിന്ന് 23-ാം സങ്കീർത്തനം അവർ പറഞ്ഞു, വെറുതെ പറഞ്ഞതാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞ് അവർ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ മുഖത്തെ ആത്മാർത്ഥതയിൽ കണ്ടിട്ട് ആളുകളെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ഉടനെ ആളുകൾ ഈ ആക്ടറോട് ചോദിച്ചു, നിങ്ങൾ ഓസ്കാർ നേടിയ ആളാണ്, പക്ഷേ നിങ്ങളെക്കാൾ നന്നായിട്ട് എങ്ങനെ ഈ സ്ത്രീക്ക് പെർഫോം ചെയ്യാൻ പറ്റി ഇവിടെ? ഉടനെ ഈ മനുഷ്യൻ പറഞ്ഞ കാര്യം, I know Psalms 23, but she knows her shepherd. എനിക്ക് 23-ാം സങ്കീർത്തനം അറിയാം, പക്ഷെ അവൾക്ക് അവളുടെ ഇടയനെ അറിയാം. അതാണ് ഡിഫറൻസ്. അതാണ് ഡിഫറൻസ്. നമ്മൾ ശരിയായ നിലയിൽ ദൈവത്തെ ആ ബോധ്യത്തിൽ അറിയണം എന്നുള്ളത്, ആ ബോധ്യപ്പെടണം എന്നുള്ളത്. അറിയല്ല, ദൈവത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അല്ല ഇവിടുത്തെ വിഷയം. ഇൻഫർമേഷന് വേണം. അവിടെ പറഞ്ഞത് ഇൻഫർമേഷനെ ഞാൻ തള്ളിക്കളയല്ല. ഇൻഫർമേഷൻ ഇല്ലാതെ യേശുവിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അത് വായിക്കാതിരിക്കാൻ പറ്റില്ല. അത് വെറും ഇൻഫർമേഷനാണ് എന്ന് പറഞ്ഞ് എനിക്ക് അനുഭൂതികളാണ് ആവശ്യമെന്ന് ചിന്തിക്കരുത്. അതൊരു കൾട്ടായിട്ട് മാറത്തേ ഉള്ളൂ. അങ്ങനെയുള്ള പല ആളുകളുണ്ട്. എന്താണ്, വേദപുസ്തകത്തിൻ്റെ ബേസിൽ അല്ലാത്ത വെളിപ്പാടുകളെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വരുന്ന ആളുകളുണ്ട്. ഒരിക്കലും അവരെ അടുപ്പിക്കരുത്. കാര്യം വെളിപ്പാടുകളുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് വേദപുസ്തകമാണ്. വേദപുസ്തകത്തിൽ വെളിപ്പെട്ട ദൈവത്തെയും ദൈവവും ദൈവികതയും അല്ലാതെ മറ്റൊന്ന് വെളിപ്പാടിലൂടെ ദൈവം തരത്തില്ല. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ കൾട്ട് ഗ്രൂപ്പുകളും എന്താ സംഭവിച്ചിരിക്കുന്നത്? വേദപുസ്തകത്തിലെ വെളിപ്പാടിനപ്പുറത്ത് വെളിപ്പാട് കണ്ടെത്താൻ പരിശ്രമിച്ചവരാണ്. അതിൻ്റെ പുറകെ പോകാനും നമുക്ക് പറ്റില്ല. ഓക്കെ, എന്നാൽ ക്രിസ്തുവിനെ അവൻ്റെ പരിജ്ഞാനത്തിൽ നമ്മൾ ഗ്രഹിക്കണം എന്നുള്ളതാണ്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസ് വളരെ ജ്ഞാനിയായ മനുഷ്യനായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം 24-ാം വാക്യത്തിൽ വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നെന്ന് രാജാവ് അവനോട് പറയുന്നുണ്ട്. അത്രയ്ക്കും ജ്ഞാനിയായ മനുഷ്യനായിരുന്നു. അവന് ഇൻഫർമേഷൻ എല്ലാം ഉണ്ടായിരുന്നു, അവന് നോളജ് ഉണ്ടായിരുന്നു, അവനെല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഗമാലിയേലിൻ്റെ ശിഷ്യനായിരുന്നു, സെന്നദ്രി സംഘത്തിൻ്റെ അംഗമായിരുന്നു, മറ്റ് മതങ്ങളിലെ കാര്യങ്ങളെക്കുറിച്ച് അവൻ അറിയാമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ അവൻ അരയോപക കുന്നിൽ നിന്ന് പ്രസംഗിക്കുമ്പോഴെല്ലാം മറ്റ് മതങ്ങളിലെ കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ അവൻ അവഗാഹമായ നോളജ് റിലീജിയനെക്കുറിച്ച് ഉണ്ടായിരുന്നു, മതത്തെക്കുറിച്ചുണ്ടായിരുന്നു, യഹൂദ മതത്തെക്കുറിച്ചുണ്ടായിരുന്നു, യഹോവയെക്കുറിച്ചുണ്ടായിരുന്നു, യേശുവിനെക്കുറിച്ചും അവൻ അറിയാമായിരുന്നു. കുറച്ചൊക്കെ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ യേശുവിനെ അവൻ അറിയുന്നതൊന്നും ഈ കാര്യങ്ങൾ കൊണ്ട് അവൻ നിർത്തിയില്ല. ഫിലിപ്പിയ ലേഖനത്തിൽ വരുമ്പോഴത്തേക്ക് അവൻ അതിൻ്റെ 3-ാം അധ്യായത്തിൽ അതിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം. പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത. അവിടെ പരിജ്ഞാനം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെ ഇൻഫർമേഷനെ കുറിച്ചല്ല. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എൻ്റെ ആത്മാവിൽ ഞാൻ അനുഭവിച്ചറിയുന്ന യേശുവിനെ കുറിച്ച് എനിക്കറിയാവുന്ന എൻ്റെ ആത്മാവിൽ ഞാൻ അറിഞ്ഞതിൻ്റെ ശ്രേഷ്ഠത നിമിത്തം. അത് പരിജ്ഞാനം എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. ദാറ്റ് ട്രാൻസെൻഡ്സ് നോളജ്. പരിജ്ഞാനം എന്ന് പറയുമ്പോഴത്തേക്ക് നോട്ട് ജസ്റ്റ് നോളജ് ബൈ റെവലേഷനാണ്. വെളിപ്പാടിലൂടെ അവന് ലഭിച്ച യേശുവിനെക്കുറിച്ചുള്ള ആ ബോധ്യം നിമിത്തം എനിക്ക് ബാക്കിയുള്ളതെല്ലാം അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ബാക്കിയുള്ളതെല്ലാം എന്താണ് ഛേദമെന്ന് എണ്ണി. ആ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം നമ്മൾ കൊലോസ്യർ 2-ാം അധ്യായത്തിൽ അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു നിങ്ങൾ അറിയുവാൻ ഇച്ഛിക്കുന്നു. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. ഇൻ ഹിം ലൈ ഹിഡൻ ഓൾ ദി മൈറ്റി അൺടാപ്ഡ് ട്രഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ്. അൺടാപ്ഡ് ആണെന്ന്, അതായത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഇതുവരെ ലോകത്തിൽ ഒരാളും ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അൺടാപ്ഡായിട്ട് കിടക്കുകയാണ്. അത് നമുക്കറിയണമെങ്കിൽ അവനെ വെളിപ്പാടിൽ തിരിച്ചറിയണം. ആ വെളിപ്പാടിൻ്റെ ഭാഗവാക്കായിക്കൊണ്ട് തന്നെ നമ്മൾ അറിയണം.
ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠതയിൽ നമ്മൾ വളരണം. 1-ാം അധ്യായത്തിൻ്റെ കൊലോസ്യ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ പൂർണ്ണപ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകുമെന്ന് നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം എന്ന് വെച്ച് സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളർന്നു വരണം. ഇന്നത്തെ പ്രശ്നമാണെന്നറിയാമോ? ഇന്ന് സഭകളിൽ ക്രൈസ്റ്റിനെ റെവലേഷനിലൂടെ അറിയുന്ന ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, കൾച്ചർ ഗ്രൂപ്പുകൾ പറയുന്നതല്ല ഞാൻ പറയുന്നത്. വേദപുസ്തകം വായിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെ ഇരുന്ന് വായിക്കുന്നില്ലല്ലോ ആൾക്കാർ. പീപ്പിൾ ആർ നോട്ട് ഈവൻ റീഡിങ് ബൈബിൾ വിത്ത് എ സീൽ ടു അണ്ടർസ്റ്റാൻഡ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ അറിയണമെന്നുള്ള വലിയ അഭിവാഞ്ചയോടും ആകാംക്ഷയോടും ആത്മനിവേശിതരായി വേദപുസ്തകം വായിക്കുന്നവരുടെ നമ്പർ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ തന്നെ ചോദിച്ചു നോക്ക്. നിങ്ങൾ ആ ഒരു വലിയ കർത്താവെ, നിന്നെക്കുറിച്ച് എനിക്ക് അറിയാൻ വേണ്ടി ആഗ്രഹമുണ്ട്, എനിക്ക് നിന്നെ വെളിപ്പെടുത്തി തരണമേ, നിൻ്റെ വചനത്തിലൂടെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ദൈവസന്നിധിയിൽ നിർമ്മല ഹൃദയത്തോടുകൂടെ കാത്തിരുന്ന് വായിക്കുന്ന അനുഭവം നിങ്ങൾക്കുണ്ടോ? ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ക്രിസ്തുവിനെ അറിയുന്നത്? നിങ്ങൾക്കറിയാൻ കഴിയില്ല. അറിയണമെങ്കിൽ അതിനുവേണ്ടിയുള്ള വലിയ ഒരു അഭിവാഞ്ച നിങ്ങൾക്കുണ്ടാകണം, അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമം നിങ്ങൾക്കുണ്ടാകണം. പിശാച് അത് സമ്മതിക്കത്തില്ല പലപ്പോഴും. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, എപ്പോഴും എനിക്ക് ബൈബിള് വായിക്കണമെന്നല്ല ആഗ്രഹമുണ്ട്, ചില ദിവസങ്ങളിലൊന്നും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, അവിടെ നമ്മൾ കൂടുതൽ ഡിസിപ്ലിൻഡ് ആകണം. ഇതിന് ബോധപൂർവമായ ഒരു പരിശ്രമം ആവശ്യമുണ്ട്. ബോധപൂർവമായിട്ട് ടി വി കാണാൻ എന്തുമാത്രം സമയം നമ്മൾ കളയുന്നു, വാട്സാപ്പിന് വേണ്ടി എന്ത് സമയം കളയുന്നു, വേദപുസ്തകത്തിന് മുമ്പിൽ എത്ര സമയം ഇരിക്കുന്നുണ്ട്. ബോധപൂർവമായി അത് ഓടിപ്പിടിച്ചുള്ള ഒരു കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ബോധ്യത്തോടുകൂടെ അപ്പോഴാണ് നമുക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തി തരുന്നത്, വചനത്തിലൂടെ വെളിപ്പെടുത്തി തരുന്നത്. പക്ഷെ അങ്ങനെ ഇരുന്നേലേ പറ്റൂ. അതിനുവേണ്ടിയുള്ളൊരു ഡിസിപ്ലിൻ ഉണ്ടാകണം. വളരെ പ്രായോഗികമായ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊക്കെ ആ വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനൊരു രൂപാന്തരം ഉണ്ടാകണം, പഠനം ഉണ്ടാകണം. ശരിയായ നിലയിൽ കർത്താവിനെ പഠിക്കാനായിട്ട് നമുക്ക് കഴിയണം. ക്രിസ്തുവിനെ ഇതുവരെ ആരും ആത്യന്തികമായി ടാപ്പ് ചെയ്തിട്ടില്ല. ഇൻ ഹിം ലൈ ഹിഡൻ ഓൾ ദ മൈറ്റി അൺടാപ്ഡ് ട്രഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ്. അത് കിടക്കുകയാണ് അവനെ അറിയാൻ. ഓരോ ദിവസം വായിക്കുമ്പോഴും, എത്ര പ്രാവശ്യം വേദപുസ്തകം വായിച്ചാലും, even after reading Bible for 42 years continuously, still when I read Bible, God reveals new things to me. ഞാൻ ഒത്തിരി വർഷങ്ങൾ പഠിച്ചെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞത്, ഇത്രയും നാളായല്ലോ, ഇനിയിപ്പം എന്നൊരിക്കലും പറ്റില്ല. ഓരോ ദിവസവും ദൈവം പുതിയതെന്ന് ഉദ്ദേശിക്കുന്നത് വേദപുസ്തകത്തിൽ ഇല്ലാത്ത കാര്യമല്ല. ഈ വേദപുസ്തകം അങ്ങനെയാണ്. അത്രയ്ക്കും മൈറ്റി അൺടാപ്ഡ് ട്രഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ് ആണ്. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു. പക്ഷേ ഇത് ചുമ്മാതെ കിട്ടത്തില്ല. അത് ടാപ്പ് ചെയ്യണം. അത് ടാപ്പ് ചെയ്യണമെങ്കിൽ അതിന് സമയം സ്പെൻഡ് ചെയ്യണം, അതിനുവേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാകണം. ക്രിസ്തുവിനെ അവിടുത്തെ പൂർണ്ണതയിൽ നമ്മൾ അറിയാൻ നമ്മൾ പരിശ്രമിക്കണം. യേശു ആരാണെന്ന് നമ്മൾ അറിയണം. ആ അറിവിന് നമ്മൾ പുറമേ ഉള്ള കാര്യങ്ങളിൽ, ഇപ്പം ശമരിയാക്കാർ യേശുവിനെ അറിയുമ്പോഴത്തേക്ക് ആദ്യം പറയുന്നത് നീ ഒരു യഹൂദൻ എന്നാണ്, അല്ലേ? നീ ഒരു യഹൂദൻ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു യേശുവിനെ യഹൂദനായി കാണുന്നു. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നീ ഒരു പ്രവാചകൻ എന്ന് പറയുന്നു. ഡെവലപ്മെൻറ്റ് കണ്ടോ? ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞതാണ്. ആദ്യം അവനെ ഒരു യഹൂദൻ എന്ന നിലയിൽ കണ്ടു. രണ്ടാമത് എന്താണ്? നീ ഒരു പ്രവാചകൻ. ഡെവലപ്മെൻറ്റ്. ഇതൊരു ചെറിയ കാര്യത്തിൽ. അതിനുശേഷം അവനൊരു പക്ഷേ ക്രിസ്തുവാണ് എന്ന് പറയുന്നു. അവൻ ക്രിസ്തുവായിരിക്കാം, അവൻ മശിഹയായിരിക്കാം. എന്നാൽ ഒടുവിൽ എന്താ പറയുന്നത്? അവൻ ലോകരക്ഷിതാവ്. ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അതൊരു ശമരിയാക്കാരി സ്ത്രീയുടെ അറിവാണ്. പക്ഷേ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തി വീണ്ടെടുക്കപ്പെടുന്നതിന് മുമ്പേ ഉള്ള അറിവാണ് ഇതെല്ലാം. ഇവർക്ക് എപ്പോഴും ഉണ്ടായതാ? വീണ്ടെടുക്കപ്പെടുന്നതിന് മുമ്പേ. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട്
നമ്മൾ ആത്മനിവേശിതരായി വേദോസം വായിക്കുമ്പോൾ എത്ര ആഴത്തിലായിരിക്കും നമുക്ക് കർത്താവിനെ അറിയാൻ കഴിയുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ റിലേഷനിലേക്ക് കയറിയിട്ടില്ല. പക്ഷെ നമ്മൾ റിലേഷനിലേക്ക് കയറിയിരിക്കുകയാണ്. റിലേഷനിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്ക് മാനുഷിക നിഗമനങ്ങൾക്കപ്പുറത്തായിട്ട് നമുക്ക് കർത്താവിനെ തിരിച്ചറിയാനായിട്ട് കഴിയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യൻ പ്രതീക്ഷിക്കുന്നത് പോലെ അല്ല, മനുഷ്യൻ പ്രതീക്ഷിച്ച രീതിയിലല്ല യേശുവിനെ നമുക്കറിയാൻ കഴിയുന്നത്. അതിനപ്പുറത്തായിട്ട് എന്താണ്, റെവലേഷനിൽ അവനെ അറിയാനായിട്ട് കഴിയും. റെവലേഷനിൽ എല്ലാ മാനുഷിക സങ്കല്പങ്ങൾക്കും അപ്പുറത്താണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത്. അതറിയണമെങ്കിൽ അവനെ അറിയാനുള്ള ഏക മാർഗം, നമ്മൾ പ്രത്യേകിച്ചൊന്നും സങ്കല്പിക്കുകയൊന്നും വേണ്ട, അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കുമെന്നൊന്നും അറിയണ്ട. അവനെ അറിയാനുള്ള ഏറ്റവും നല്ല മാർഗം പ്ലെയിനായിട്ട് അവൻ്റെ മുമ്പിൽ മുഴങ്കാലിൽ വീണ് നിന്നെ തന്നെ എനിക്ക് വെളിപ്പെടുത്തണമേ എന്ന് പറയുകയാണ്. ആ ഒരു സറണ്ടറിങ് ആണ് വാസ്തവത്തിൽ, അല്ലെങ്കിൽ ആ ഒരു സമർപ്പണമാണ് അവനെ അറിയാനുള്ള മാർഗമെന്ന് പറയുന്നത്. വേറെ ഒരു മാർഗവുമില്ല. എന്താണ്? പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ട്, കർത്താവേ എനിക്ക് നിന്നെ അറിയണം, കർത്താവേ എനിക്ക് നിന്നെ അനുഭവിക്കണം, എനിക്ക് കൂടുതൽ അറിയണം, എനിക്ക് കൂടുതൽ അനുഭവിക്കണം, നിൻ്റെ പരിജ്ഞാനത്തിൽ എനിക്ക് വളരണം. ഹല്ലേലൂയ. അങ്ങനെ അതിനുവേണ്ടി സമയമെടുക്കണം, പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയമെടുക്കണം, വചന പഠനത്തിന് വേണ്ടി സമയമെടുക്കണം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയമെടുക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് വിഷയം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം മാത്രമല്ല. സിറ്റ് ഡൗൺ ആൻഡ് ആസ്ക് ഗാഡ്, റിവീൽ യുവർസെൽഫ് ടു മീ, ഓ ഗാഡ്, നിന്നെ തന്നെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ആൻഡ് റീഡ് ഹിസ് ബുക്ക്. ദൈവത്തിൻ്റെ വെളിപ്പാട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ 66 പുസ്തകങ്ങളിലാണ്. റീഡ് ഇറ്റ്, അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ആൻഡ് ടേക്ക് ടൈം, ആൻഡ് ദെൻ ഗാഡ് വിൽ റിവീൽ ഹിംസെൽഫ് ടു യു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് ഐ വാസ് ജസ്റ്റ് സ്കിപ്പിംഗ് എ ലോട്ട് ഓഫ് തിങ്സ്, യു നോ ദാറ്റ്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട്. ബട്ട് സ്റ്റിൽ ഐ സേ, ലോകത്തിൻ്റെ അറിവല്ല, ഇൻഫർമേഷൻ വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. 4 സുവിശേഷങ്ങളിലും കർത്താവിനെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടുന്നത്. അത് ആർക്കും കിട്ടും. പക്ഷേ ആത്മാവിൻ്റെ കണ്ണുകൾ തുറന്നവന് മാത്രമേ റെവലേഷൻ കിട്ടത്തുള്ളൂ. ഇൻഫർമേഷൻ അപ്പുറത്ത് നമുക്ക് ആവശ്യമായിരിക്കുന്നത് റെവലേഷനാണ്. വിവരണങ്ങൾക്കപ്പുറത്ത് നമുക്ക് ആവശ്യമായിരിക്കുന്നത് വെളിപ്പാടാണ്. ആ വെളിപ്പാട് പ്രാപിക്കണമെങ്കിൽ പ്ലെയിനായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വീഴുകയല്ലാതെ വേറെ ഒന്നുമില്ല. അത് വെളിപ്പെടുത്തപ്പെട്ട് കിട്ടേണ്ടതായതുകൊണ്ട് അവനോട് പറയണം, കർത്താവേ നീ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. അവൻ്റെ സന്നിധിയിൽ ഈ വെളിപ്പാട് പ്രാപിച്ചുകൊണ്ട്, അനുഭവിച്ചുകൊണ്ട്, അവനെ പിതാവായി മനസ്സിലാക്കിക്കൊണ്ട്, കാന്തനായി മനസ്സിലാക്കിക്കൊണ്ട്, ഞാൻ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അവനെ ഓരോ ബന്ധങ്ങൾ കൂടി വരികയാണ്. എൻ്റെ കാന്തനാണവൻ. അവൻ മുന്തിരിവള്ളിയും ഞാൻ കൊമ്പുകളുമാണ്. അതുപോലെയുള്ള ആ മിസ്റ്റിക്കലായിട്ട് അവനുമായിട്ടുള്ള ആ റിലേഷൻ ഇന്ന് വാസ്തവത്തിൽ നമ്മുടെ സഭകളിൽ, വ്യക്തികളിൽ ഇല്ലാതെ വന്നിരിക്കുന്നത് ആ റിലേഷനാണ്. ഈ റെവലേഷൻ എന്ന് പറയുന്നത് റിലേഷനിലൂടെയാണ് ഉണ്ടാകുന്നത്, അല്ലാതെ മാറി നിന്നുണ്ടാകുന്നതല്ല. റിലേഷനിലൂടെയാണ്. അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കും.